ഒരു വഴിയുണ്ട്. എനിക്കൊരു കുറവും വരാതെ നയിക്കാൻ ദൈവത്തിൻ്റെതായ ഒരു പദ്ധതിയുണ്ട് എന്ന് പറഞ്ഞ് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്നലെ നമ്മൾ കുമ്പസാരത്തെ കുറിച്ച് ക്ലാസ് കേട്ടപ്പോൾ ആ ക്ലാസ്സിനകത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് ആവശ്യമാണോ? ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് ആവശ്യമാണ്. എന്നാ മെടുക്കലാന്ന് പറഞ്ഞാലും 10 കൊതുക് മുറിക്കാത്തുണ്ടെങ്കിൽ അത് ഉറങ്ങിയല്ല. 10 കൊതുക് കണ്ണിന് പോലും കാണാൻ ബുദ്ധിമുട്ടുള്ള, വളരെ കാഴ്ചയിൽ പോലും കണ്ടുകിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചെറിയ 10 പ്രാണി കൊതുക് ആ മുറിക്കകത്തുണ്ടെങ്കിൽ അന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. കൊതുകാന്നാ പറഞ്ഞത്. അത്രയുള്ള മനുഷ്യൻ, അത്രയുള്ള ചെറിയ പ്രാണിനെ പോലും പലർക്കും ഭയമാണ്. ചാടി എഴുതേക്ക് ലൈറ്റ് ഇട്ട് കൊതുകിനെ മുഴുവൻ കൊല്ലാൻ നോക്കും. ചിലര് പറയും കൊതുകായോട് ഉറങ്ങാൻ പറ്റിയില്ല. എനിക്കും നിങ്ങൾക്കും ദൈവത്തിന്റെ സംരക്ഷണം വേണം. ഹല്ലേലൂയ. അതിനൊരു പൊട്ടക്കഥ നിങ്ങളോട് പറയുകയാണ്. വലിയ അർത്ഥമുള്ള കഥയൊന്നുമല്ല, ആഴമുള്ള കഥയൊന്നുമല്ല. പക്ഷേ നല്ലൊരു മനസ്സിലാക്കാൻ എളുപ്പമാണ്, നല്ലൊരു കാര്യമാണ്. ഒരു വീട്ടിൽ ഒരു അപ്പനും അമ്മയും 2 മക്കളും, 2 ആൺപിള്ളേരാണ്. കഥയാണോ സത്യമാണോ നടന്നതാണോ ഒറിജിനലാണോ ഒന്നും അറിയാൻ പാടില്ല, എന്തായാലും കേട്ടതാണ്. അപ്പോൾ അമ്മ എപ്പോഴും മൂത്ത മകനോട് പറയും സന്ധ്യയാകുമ്പോൾ, എടാ കോഴിക്കൂട് അടച്ചോ. അപ്പൊ ആ വീട്ടിൽ 8-10 കോഴികളുണ്ട്, മുട്ടയിടുന്ന കോഴികളുണ്ട്. അപ്പോൾ അവരുടെ ഒരു വീട്ടിലെ അംഗങ്ങൾ പോലെയാണ് കാര്യം. ഇത് ചെറിയൊരു ഭക്ഷ്യവർഗത്തിൽപ്പെട്ടവരും ഇതാണെങ്കിലും അവരെ സംബന്ധിച്ച് ഇതിനോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അമ്മ പറയും, എപ്പോഴും ചോദിക്കും വൈകുന്നേരം ആകുമ്പോൾ, എടാ കോഴിക്കൂട് അടച്ചോ. അപ്പോൾ അവന്റെ ഡ്യൂട്ടിയാണ് കോഴിക്കൂട് അടയ്ക്കുക, അതിനെ നേരം വെളുക്കുമ്പോൾ തുറന്നു വിടുക. അപ്പോൾ അങ്ങനെ ആ വീട് സന്തോഷമായിട്ട് പോവാണ്. അപ്പൊ ഇവന്റെ പരീക്ഷാ സമയമൊക്കെ ആയപ്പോ ഒരു ദിവസം അമ്മ ചോദിച്ചു, നീ കോഴിക്കൂട് അടച്ചായിരുന്നോ? അവൻ പറഞ്ഞു അടച്ചത്. സത്യത്തിൽ അടയ്ക്കാൻ മറന്നുപോയി. അന്ന് കോഴിക്കോട് അടച്ചെന്ന് വിചാരിച്ച് അവര് കിടന്നുറങ്ങി. രാത്രിയിൽ കോഴികളെല്ലാം ഭയങ്കര ഒച്ച ഉണ്ടാക്കുന്നതും കരയുന്നതൊക്കെ കേട്ടു. ടോർച്ചൊക്കെ അടിച്ച് നോക്കി. നേരം എടുത്തപ്പോഴാണ് അറിയുന്നത് കുറുക്കം കൊണ്ടുപോയി കോഴീനെ. ചില ഉപദ്രവങ്ങൾ ഉണ്ടാക്കി ആ രാത്രി കുറുക്കൻ. ഇത് കണ്ട് വിഷമിച്ച് അമ്മ ഒരു വടിയെടുത്ത് അവന്റെ പുറത്തിട്ട് തേരുതര അടിച്ചു. നീ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് കോഴിക്കോട് അടയ്ക്കാൻ നീ മറന്നുപോയി. നിനക്ക് അന്നേലും ഒരു ശ്രദ്ധയില്ല, അതാണ് ഇതാണ്. അങ്ങനെ വല്ലാതെ വഴക്ക് പറഞ്ഞു, അടിച്ചു. അതിനവൻ ഉച്ചത്തിൽ കരഞ്ഞു. അമ്മാനെ അടിക്കരുത് എന്ന് വിളിച്ചു പറഞ്ഞു. ആ വിഷമത്തിൽ അളവിൽ കൂടുതൽ തന്നെ നല്ല കിട്ടി, നല്ല അടി കിട്ടി. 2 ദിവസത്തേക്ക് ആ വീട്ടിൽ എന്തോ എല്ലാവർക്കും ഒരു ദുഃഖമായിരുന്നു. കാര്യം ഒരു കോഴി 2-3 കോഴിയെ പോയിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും ഒരു സങ്കടം. കുറച്ച് കഴിഞ്ഞപ്പോൾ സാധാരണ പോലെ മിണ്ടാനൊക്കെ തുടങ്ങിയപ്പോൾ ഈ കൊച്ചു അമ്മയോട് ചോദിച്ചു. വീണ്ടും അവരെല്ലാം സൗഹൃദത്തിലായി. അമ്മയോട് ചോദിച്ചു, അമ്മ, നമ്മൾ കോഴിക്കോട് അടച്ചില്ലെന്നുള്ള വിവരം കാട്ടിൽ കിടന്ന കുറുക്കൻ എങ്ങനെയാ അറിഞ്ഞത്? കുറുക്കന് വാട്സപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഫോണില്ല, ഈ സംവിധാനങ്ങളൊന്നുമില്ല. കുറുക്കനാണ് താമസിക്കുന്നത് ആ ദേശത്ത് എവിടെയല്ല, ഏതോ കാട്ടിലാണ്. ആ കൊച്ചമ്മയോട് ചോദിച്ചു, അമ്മ എന്നെ കുറെ തല്ലിയല്ലോ, കാട്ടിൽ കിടന്ന കുറുക്കൻ എങ്ങനെയാ അറിഞ്ഞത്? കൃത്യം നമ്മൾ കോഴിക്കോട് അടച്ചില്ലെന്ന് കാട്ടിൽ കിടന്ന കുറുക്കൻ എങ്ങനെയാണ് അറിഞ്ഞത്? എനിക്കതൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞ ഉത്തരമാണ് ആ കഥയുടെ പ്രസക്ത ഭാഗം. അമ്മ പറഞ്ഞു, ആനെ, നമ്മൾ കോഴിക്കോട് അടച്ചില്ല എന്നുള്ള വിവരം കുറുക്കനോട്, കാട്ടിൽ കിടന്ന കുറുക്കനോട് ആരും ഫോൺ വിളിച്ച് വാട്സപ്പിൽ അയച്ചിട്ടൊന്നുമില്ല. നമ്മളെല്ലാ ദിവസവും കോഴിക്കോട് അടയ്ക്കാറുണ്ട്. നമ്മളെല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഈ കുറുക്കൻ ഇങ്ങനെ നമ്മൾ ഉറങ്ങുമ്പോൾ
ഈ വീടിന് ചുറ്റും, ഈ കോഴിക്കോടിന് ചുറ്റും ഒക്കെ ഇങ്ങനെ പോകാറുണ്ട്. എല്ലാ ദിവസവും തന്നെ പോകാറുണ്ട്. കുറുക്കൻ വന്ന് നോക്കുമ്പോൾ ഈ കോഴിക്കോടൊക്കെ നന്നായി അടച്ച് ഉറപ്പിച്ചാ വച്ചിരിക്കുന്നത്. അവന്റെ അഭ്യാസവും നടക്കത്തില്ല, അവന്റെ ട്രിക്കൊന്നും അവിടെ വില പോയിട്ടില്ല. പക്ഷെ ഒരു ദിവസം ആ കുറുക്കൻ വന്നപ്പം കോഴിക്കോട് അടച്ചിട്ടില്ല. അപ്പോൾ അതിന് പറ്റിയൊരു സൗകര്യമായി. കയറി ഉപദ്രവിച്ചു, നഷ്ടമുണ്ടാക്കി. കോഴിക്കോട് അടച്ചില്ലെന്നുള്ള വിവരം കുറുക്കൻ അറിഞ്ഞിട്ടൊന്നുമല്ല. എല്ലാ ദിവസവും കുറുക്കന്റെ ഒരു കറക്കം ആ നാട്ടിൽ, ആ ദേശത്തുകൂടെ, ഈ കോഴിയുടെ സ്ഥലത്തൂടെ ഒക്കെ രാത്രിയിൽ ഉണ്ടായിരുന്നു. എന്തു മനസ്സിലായി? ഈ കഥയാണെങ്കിലും ഇത് സത്യമാണോ, ഇത് ഒറിജിനലാണോ, ആരെങ്കിലും എഴുതിയുണ്ടാക്കിയതാണോ, ആരുടെയെങ്കിലും ഭാവനയിൽ വന്നതാണോ എന്നറിയാൻ പാടില്ല. എന്തായാലും അതിനകത്തൊരു കാര്യമുണ്ട്. നമ്മൾ ചോദിക്കില്ലേ, എല്ലാ ദിവസവും എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് എല്ലാ ദിവസവും വചനം കേൾക്കുന്നത്? എനിക്ക് ഒരു കോഴിക്കൂട്ടിൽ കിടക്കുന്ന കോഴിക്ക് പോലും എല്ലാ ദിവസവും എന്റെ കൂടടയ്ക്കണം. അങ്ങനെങ്കിൽ എത്രയോ വലിയവരായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ എല്ലാ ദിവസവും സംരക്ഷിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും നമുക്ക് വേണം ദൈവത്തിന്റെ സംരക്ഷണം. എല്ലാ സമയവും നമുക്ക് വേണം. നമ്മുടെ വാഹനങ്ങൾക്ക് വേണം, നമ്മുടെ ആരോഗ്യത്തിന് വേണം, നമ്മുടെ കുഞ്ഞുങ്ങളിൽ വേണം, നമ്മുടെ സാമ്പത്തിക വരുമാന മാർഗങ്ങളിൽ വേണം. എനിക്കും നിങ്ങൾക്കും ദൈവത്തിന്റെ സംരക്ഷണം ആവശ്യമാണ് എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് കരങ്ങൾ ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി ഇന്ന് ദൈവവചനം ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ആ വിഷയം, അതിൻ്റെ ഹെഡിങ് തന്നെ, ഞാൻ ഉദ്ദേശിച്ച ഹെഡിങ് അനുഗ്രഹം എന്ന വാക്കാണ്. ഒരു പ്രാർത്ഥനയുണ്ട്: ദൈവമേ, ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടാലേ ഞാൻ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. നിങ്ങൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ? നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. ഈ കുടുംബം എങ്ങനെ അനുഗ്രഹമാവുള്ളൂ? നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമ്പോഴാണ് നിങ്ങൾ അനുഗ്രഹമുള്ളൊരു ജീവിതമാകുന്നത്, അനുഗ്രഹമുള്ളൊരു ശുശ്രൂഷകനാകുന്നത്, അനുഗ്രഹമുള്ളൊരു കുടുംബമാകുന്നത്, അനുഗ്രഹമുള്ളൊരു ശുശ്രൂഷയാകുന്നത്. എല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമ്പോഴാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹം എന്ന വാക്ക് ഗൗരവമുള്ളൊരു വാക്കാണ്. അത് ഭംഗിയുള്ളൊരു വാക്ക് മാത്രമല്ല, ഗൗരവമുള്ളൊരു വാക്കാണ്. അതിനെങ്ങനെയാണ് ഇത്രയും ഗൗരവമുണ്ടായത്? അനുഗ്രഹം അത് ദൈവത്തിൽ നിന്ന് വരുന്നത് കൊണ്ടാണ് ആ വാക്കിന് ഒരു ഗൗരവമുള്ളത്. ആ അനുഗ്രഹം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. സൂപ്പർ മാർക്കറ്റുകളിൽ ചെന്നാൽ കിട്ടത്തില്ല. എന്റെ കുടുംബക്കാർ കാനഡയിലുണ്ട്, അവിടുന്ന് വരുമ്പോൾ കുറച്ച് അനുഗ്രഹം കൊണ്ടുവരാൻ പറഞ്ഞാൽ അവർ കൊണ്ടുവരില്ല. കാരണം ഇത് മാത്രം പണം കൊടുത്താൽ കിട്ടുന്ന ഒന്നല്ല, ഇത് ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. ഓരോന്നിനും അതതിന്റെ ചില സാഹചര്യങ്ങളും സ്ഥലങ്ങളുമുണ്ട്. ഹല്ലേലൂയ. അനുഗ്രഹം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. വേറെ എവിടെ നിന്നും അത് ലഭിക്കത്തില്ല. ദൈവത്തിൽ നിന്നും, ദൈവവചനത്തിൽ നിന്നും അനുഗ്രഹം വരും. അതെങ്ങനെയാ പറയാൻ കാരണമെന്ന് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ ഓടിക്കുന്ന വാഹനത്തിന്റെ പെട്രോളോ ഡീസലോ തീർന്നു പോയാൽ നിങ്ങൾ ഒരിക്കലും മെഡിക്കൽ സ്റ്റോറിൽ ചെല്ലില്ല. നിങ്ങൾ അപ്പുറത്തെ പലചരക്ക് കടക്കാരനടുത്ത് ചെന്ന് പറയില്ല, എന്റെ കാറിന് ഡീസൽ വേണം, 1000 രൂപയുടെ പെട്രോൾ അടിക്കണം. അവർ പറയും, സുഹൃത്തെ, ഇതവിടെ കിട്ടത്തില്ല. നിങ്ങൾ ഏത് ലോകത്താണ് ജീവിച്ചിരിക്കുന്നത്? നിങ്ങളുടെ കാറിന് പെട്രോൾ ആവേണമെങ്കിൽ ഇവിടുന്ന് 100 മീറ്റർ ചെന്നാൽ അവിടെ ഒരു പമ്പുണ്ട്, അവിടെ പോകൂ എന്നവർ നമ്മളെ നിർദ്ദേശിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനത്തിൽ തീർന്നു പോയത് അരിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പച്ചക്കറി കടയിൽ ചെന്ന് ചോദിക്കില്ല, എനിക്ക് അരി വേണമെന്ന് ആവശ്യപ്പെടുകയില്ല. അയാൾ പറയും, അത് ഇവിടെ ഇല്ല, അത് അപ്പുറത്തെ പലചരക്ക് കടക്കാരോട് ചോദിക്കൂ, ഇവിടെ പച്ചക്കറിയെ കിട്ടത്തുള്ളൂ. നിങ്ങൾക്കൊരു പനി വന്നോ, നിങ്ങൾക്കൊരു പാരസിറ്റമോൾ ആവശ്യമാണ്, നിങ്ങൾ ഒരിക്കലും അപ്പുറത്തെ മത്സ്യ മാർക്കറ്റിൽ ചെന്ന് പറയില്ല, എനിക്ക് പനിയുണ്ട്, എനിക്ക് ഒരു സെറ്റ് പാരസിറ്റമോൾ മെഡിസിൻ ആവശ്യമാണെന്ന് പറയത്തില്ല. അവർ പറയും, ഇറച്ചി മീനൊക്കെ കിട്ടത്തുള്ളൂ, അത് മെഡിക്കൽ സ്റ്റോറിൽ പോകണം. ഓരോന്നും ലഭിക്കുന്ന ഓരോരോ സ്ഥലങ്ങളുണ്ട്. മരുന്ന് കിട്ടുന്ന സ്ഥലം ഒന്നെങ്കിൽ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോർ. പലചരക്ക് സാധനം കിട്ടുവാൻ അതനുസരിച്ചുള്ള കടകൾ. പച്ചക്കറി വേണമെങ്കിൽ അതനുസരിച്ച്, പെട്രോൾ ഡീസൽ വേണമെങ്കിൽ അതനുസരിച്ച്. നിങ്ങളെന്തിനാ ഇവിടെ വന്നത്? അവിടെ ഒന്നും കിട്ടാത്ത ഒന്ന് ദൈവനാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും.
അനുഗ്രഹം എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അനുഗ്രഹം വരുന്ന വഴി എല്ലാവർക്കും അത്ര ഇഷ്ടമല്ല. നമ്മൾ എത്രയോ പേര് ദൈവവചനം കേൾക്കാൻ വേണ്ടി വിളിച്ചു, അവരൊക്കെ വരുന്നില്ല എന്ന് പറഞ്ഞു. അവർക്ക് അനുഗ്രഹം ഇഷ്ടമാണ്, അനുഗ്രഹം വരുന്ന വഴി പലർക്കും ഇഷ്ടമല്ല. നമ്മളിവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഓർക്കുക, എന്തിനാ ഒരുമിച്ച് കൂടിയെന്ന് അറിയാമോ? ദൈവത്തോടും ദൈവവചനത്തോടുമുള്ള ബന്ധം ഒരിക്കൽ കൂടി വിളക്കി ചേർക്കാൻ പോവുകയാണ്. എങ്ങനെ ചേർക്കാൻ പോവാണ്? അകന്നായിരിക്കുന്നത് അതിനെ ഒട്ടിച്ചു ചേർക്കാൻ പോവാണ്. വിളക്കി ചേർക്കുക എന്ന് പറയും. ദൈവത്തോടും ദൈവവചനത്തോടുമുള്ള ബന്ധം വിളക്കി ചേർക്കാൻ പോവുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എപ്പോഴും ഒരു കാര്യം പറഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് വരാം. ദൈവത്തിന്റെ അനുഗ്രഹം ജനിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ കരങ്ങളിലാണ്. മറക്കുമോ ഈ വാക്ക്? ദൈവത്തിന്റെ അനുഗ്രഹം ജനിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ കരങ്ങളിലാണ്. ദൈവത്തിൽ ആശ്രയിക്കാത്തവന്റെ കരങ്ങളിൽ നിന്ന് അനുഗ്രഹം തകർന്നു പോകും. അതിന്റെ തിളക്കം നഷ്ടപ്പെട്ടു പോകും. അത് പൊട്ടിപ്പോയ പാത്രങ്ങളെക്കാൾ നഷ്ടമായി പോകും. ഒരുപാട് പേരുടെ ജീവിതം പഠിക്കുമ്പോൾ അറിയാൻ പറ്റും, അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന ഭാഗ്യം, അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന നന്മ, അതൊക്കെ പണ്ടേ തകർന്നുപോയി. ദൈവത്തിൽ ആശ്രയിക്കാത്തവന്റെ കരങ്ങളിൽ നിന്ന് അനുഗ്രഹം തകർന്നു പോകും, അതിന്റെ തിളക്കം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ കരങ്ങളിൽ, ഭവനങ്ങളിൽ അനുഗ്രഹം ജനിക്കും, ദൈവാനുഗ്രഹങ്ങൾ ജനിക്കും, ദൈവകൃപ ജനിക്കും എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉയർത്തി പറയാമോ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വാക്ക്, ഒരു വചനം വായിക്കുകയാണ്. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. ഇത് നിങ്ങൾക്ക് വളരെ സുപരിചിതമായ ഒരു വചനമാണ്. അതിൽ നിങ്ങൾക്ക് പരിചയമുള്ളൊരു നല്ല പേര് കിടപ്പുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് യാബസ്. എന്താ പേര്? സ്വാഭാവികമായി ആ വചനം വായിക്കുമ്പോൾ ചിലപ്പോൾ അത്ര കൃത്യമായി ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. പക്ഷെ അതിന്റെ പുറകിൽ നിന്ന് മുകളിലോട്ട് വായിച്ചാൽ കുറച്ചുകൂടെ ആ വാക്യങ്ങൾ നല്ലതുപോലെ മനസ്സിൽ പതിയും. യാബസ് എന്നയാളെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. 4-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുകയാണ്. യാബസ് അവന്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. ഒരു മിനിറ്റ് കേട്ടെ. യാബസ് അവന് കുറെ ചേട്ടാനിയന്മാരുണ്ടായിരുന്നു, കൂടപ്പിറപ്പുണ്ടായിരുന്നു, രക്തബന്ധത്തിലുള്ള സഹോദരന്മാരുണ്ടായിരുന്നു. പക്ഷേ വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നു, യാബസ് അവന്റെ സഹോദരന്മാരെക്കാൾ തകർന്നുപോയോ? എന്താ എഴുതിയിരിക്കുന്നത്? സഹോദരന്മാരെക്കാൾ പുള്ളി മിടുക്കനായി. അപ്പോൾ നമുക്ക് ചിന്തിക്കണം, ഈ പുള്ളി എങ്ങനെയാണ് മിടുക്കനായത്? ഈ പുള്ളി എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെട്ടത്? ആ റൂട്ട് ഏതാണ്? ആ മനുഷ്യൻ എടുത്ത നിലപാട് ഏതാണ്? ഒരിക്കൽ കൂടി ആ വാക്ക് കേട്ട്, യാബസ് തന്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായി മാറി. ഈശ്വരുടെ സാധാരണ മലയാള ഭാഷയിൽ പറഞ്ഞാൽ അവരെല്ലാവരേക്കാൾ മിടുമിടുക്കനായി മാറി. അപ്പോൾ യാബസിനോട് ഒരു ചോദിക്ക്, ഹലോ യാബസ്, നിങ്ങൾ എങ്ങനെയാണ് മിടുക്കനായത്? നിങ്ങൾ എങ്ങനെയാണ് ബഹുമാന്യനായത്? നിങ്ങൾ ഏത് പൊളിറ്റിക്സ് കളിച്ചിട്ടാണ് അവിടെ എത്തിയത്? ആരെ തോൽപ്പിച്ചാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്? യാബസ് പറയും, ഞാൻ ഒരു പൊളിറ്റിക്സ് കളിച്ചിട്ടില്ല, ഞാൻ ആരെയും തോൽപ്പിക്കാൻ പോയിട്ടില്ല, ഞാൻ ആരെയും ഭാരമാക്കാൻ പോയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സുഹൃത്തെ നിങ്ങൾ ഇത്രയും ബഹുമാന്യനായത്? അതിന്റെ കാരണം താഴെയുണ്ട്. അത് വായിച്ചു കേൾക്കുകയാണ്. അത് വായിക്കുമ്പോൾ പെട്ടെന്ന് പിടികിട്ടില്ല എങ്കിലും കേട്ടോ. ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു. ആര് പറഞ്ഞു? യാബസിന്റെ അമ്മയ്ക്ക് യാബസ്. വായിക്കുമ്പോൾ നമുക്ക് തോന്നും, യാബസിനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് തോന്നി ഈ കൊച്ചിനെ കളഞ്ഞാലൊന്ന് തോന്നി കാണാം. അതുകൊണ്ട് പ്രത്യേക ഒരു ഭാഷയിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അമ്മ അവനെ യാബസ് എന്ന് വിളിച്ചു. അപ്പൊ സന്തോഷത്തോടെ അല്ല വിളിച്ചത്.
എന്റെ വീട്ടിൽ എനിക്കൊരു കുഞ്ഞു ജനിച്ചല്ലോ എന്ന സന്തോഷത്തോടെ അവൻ യാബസ് എന്ന് വിളിച്ചതല്ല. ഓ, ഈ കൊച്ചു ജനിക്കണ്ടായിരുന്നു എന്ന് എവിടെയോ അമ്മയ്ക്ക് ഒരാഗ്രഹമുള്ളതുപോലെ, കളഞ്ഞാലോ എന്ന് എവിടെയൊക്കെയോ ചിന്തിച്ചതുപോലെ നമുക്ക് തോന്നും. അമ്മ പറയുവാണ്, ഞാൻ ഇവനെ പ്രസവിച്ചത് വേദനയോടെയാണ് എന്നും പറഞ്ഞ് ഒരു പേരിട്ടിരിക്കുന്നു, യാബസ്. അപ്പോൾ ഉടനെ യാബസ് ചിന്തിച്ചോ, ഓ, ഞാൻ മരിക്കേണ്ടവനാ, എന്നെ ആർക്കും ഇഷ്ടമല്ല, ഞാനൊരു ശപിക്കപ്പെട്ടവനാ, എനിക്ക് പോയി ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു, ഞാൻ എന്ത് കൊള്ളാത്ത ജീവിതമാ, എന്നെ ഒന്ന് കൊല്ലാൻ പാടില്ലേ, ഞാൻ ആത്മഹത്യ ചെയ്യുള്ളൂ. ഇതൊന്നും യാബസ് പറഞ്ഞില്ല. യാബസ് എന്തു ചെയ്തു എഴുതിയിരിക്കുകയാണ്, 10-ാമത്തെ വാക്യം. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതാണ് യാബസിന്റെ പേഴ്സണാലിറ്റി. എന്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, എന്റെ അപ്പൻ എന്നെ ഇഷ്ടമല്ല, എന്റെ സഹോദരന്മാർക്ക് എന്നെ ഇഷ്ടമല്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയവനാ എന്നും പറഞ്ഞ് നെഞ്ചു തല്ലി കാണുമല്ല. യാബസിനറിയാം, എന്റെ അമ്മ പോലും വേദനയോടെ എന്നെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് യാബസ് എന്ന പേരൊക്കെ ഇട്ടിരിക്കുന്നത് ഞാൻ എല്ലാവരെക്കാളും പുറകിലാണ് എന്ന് തോന്നിയപ്പോഴും കണ്ടുപഠിക്കണം യാബസിൽ നിന്നൊരു കാര്യം. യാബസ് ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊക്കെ ആണെങ്കിൽ എങ്ങനെ ചിന്തിക്കും? എന്തു പ്രാർത്ഥിക്കുന്നു? എന്റെ നാട് ശരിയല്ല, എന്റെ വീട് ശരിയല്ല, എന്റെ മാതാപിതാക്കൾ ശരിയല്ല, ഞാൻ ഈ ഭൂമിയിൽ ജനിക്കേണ്ടവരെ അല്ലായിരുന്നു, എന്തിനാ ദൈവമേ ഇങ്ങനെ ഒരു ജീവിതം വന്നത്? ഇതൊന്നും യാബസ് പറഞ്ഞില്ല. എൻ്റെ അടുത്ത് ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ പറയാൻ പ്ലസ് 2 ഒക്കെ കഴിഞ്ഞിട്ട് അവന്റെ ചില ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നടന്നിട്ടില്ല. അതുകൊണ്ട് അവൻ ആകെ നിരാശപ്പെട്ട് പറഞ്ഞൊരു വാക്കാണ്, അവനോട് ചോദിക്കുന്നതിന് മുമ്പ് അവൻ പറഞ്ഞ വാക്കാണ്, അച്ഛൻ അറിയുമോ, എന്റെ വീട് ഒരു മുടിഞ്ഞ വീടാണ്, എന്റെ അപ്പനും അമ്മയൊക്കെ വളരെ മോശം, എന്റെ വീടാണെങ്കിൽ അങ്ങ് കുഴിയിലൊരു നശിച്ച സ്ഥലത്താണ്. എന്നിട്ട് അവൻ പറയാണ്, ഞാൻ രക്ഷപ്പെടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാ നിന്നോട് ഇത് പറഞ്ഞത്? അല്ല, എനിക്ക് എന്റെ വീട് കാണുമ്പോൾ എനിക്ക് ഇതൊക്കെയാ തോന്നുന്നത്, എന്റെ വീട് മുടിഞ്ഞ വീടാണ്, എന്റെ വീടിരിക്കുന്ന സ്ഥലം നശിച്ച സ്ഥലമാണ്, എന്റെ അപ്പനും അമ്മ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ അവൻ ഈ പറഞ്ഞു കൊടുത്ത വചനമായിടാ, നിന്നെ പോലെ ഒരാൾ ബൈബിളിലുണ്ട്, പേര് യാബസ് എന്നാണ്, സ്പീഡിൽ വായിക്കാതെ പതുക്കിയത് വായിച്ചു നോക്ക്. അവന്റെ അമ്മ പറഞ്ഞു, വേദനയോടെ ഇവരെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് യാബസ് എന്ന പേരിട്ടെങ്കിലും അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതാണ് അവന്റെ മനസ്സ് എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരൊക്കെ പറയില്ലേ, പ്രാർത്ഥിച്ചിട്ട് നീ എന്ത് നേടി? ഒരാളോട് പറയുകയാണെ, എടാ, നീ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോയിയാണ് നീ ഇങ്ങനെ ഗതി പിടിക്കാതെ പോയത്. അത് കേട്ടിട്ട് ദുഃഖിച്ചിരിക്കുന്നു ഒരുത്തൻ. അപ്പോൾ ചോദിച്ചു, എടാ, നീ എന്തൊരു മണ്ടനാണ്, ഇങ്ങനെയൊക്കെ പലരും ദൈവത്തെ വിളിച്ചത് കൊണ്ടാണ് സുഹൃത്തെ പലരും ഗതി പിടിച്ചത്. അത് ഈ മണ്ടൻ അറിയാൻ പാടില്ല, അവൻ അറിവില്ലായതുകൊണ്ടാണ് അവൻ പറഞ്ഞത്. അവന്റെ ഉള്ള അറിവിൽ അവൻ പറയുകയാണ്, പ്രാർത്ഥിക്കാൻ പോയിട്ടാ നീ ഗതി പിടിക്കാത്തത്. ചിലപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും കേട്ടിട്ടുണ്ടാവും വീട്ടിൽ നിന്ന്, നീ പ്രാർത്ഥിക്കാൻ പോയിട്ടാ രക്ഷപ്പെടാത്തത്, നീ പ്രാർത്ഥിക്കാൻ പോയിട്ടാ ഗതി പിടിക്കാത്തത്. എന്നാൽ ബുദ്ധിയുള്ളൊരു കാര്യം കേട്ടെ, ആരെങ്കിലും ഒക്കെ ഗതി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലൊക്കെ അനേകർ പ്രാർത്ഥിച്ചിട്ടാണ് അനേകം ആളുകൾ, കുടുംബങ്ങൾ ഗതി പിടിച്ചത് എന്ന് മറക്കരുത് എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വാക്യം ഒന്ന് വായിക്കുകയാണ്. യാബസ് ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് അടുത്ത വാക്യം, ദൈവമേ, എന്താ പ്രാർത്ഥിച്ചത് എഴുതിയിരിക്കുകയാണ്, ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ചു. അങ്ങ് എന്നെ അനുഗ്രഹിക്കണം. ഒന്നാമത്തെ കാര്യമാണ്. എന്റെ അതിരുകൾ ശ്രദ്ധിച്ചേ, എന്താ യാബസ് പറഞ്ഞത്? എന്റെ വീട്ടുകാർക്ക് എന്നെ വേണ്ട, എന്റെ അമ്മയ്ക്ക് എന്നെ വേണ്ട, എന്റെ സഹോദരന്മാർക്ക് എന്നെ വേണ്ട, എന്റെ ഈ വീട്ടിൽ ഞാൻ ഈ നാട് വിട്ടു പോവാണ്, ഇതൊന്നുമല്ല പറഞ്ഞത്. യാബസ് പറയണം, ദൈവമേ എന്നെ അങ്ങ് അനുഗ്രഹിക്കണം. നിങ്ങളുമായിരിക്കുന്ന കസേരയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലെന്ന് പറഞ്ഞു, ദൈവമേ ഈ വചന കേൾവിയിലൂടെ എന്നെ, എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം. ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോവാണ്. എന്നിട്ട് അടുത്ത വാക്യം എന്താ നോക്കൂ, എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ചുമ്മാ അനുഗ്രഹിച്ചാ പോരാ, എന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുന്ന വിധത്തിൽ എന്നെ അനുഗ്രഹിക്കണം. അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞു പോകരുത്. എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരത്തക്ക വിധം, ഒരടയാളം ലഭിക്കത്തക്ക വിധം എന്നെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കണ്ടോ? ചുമ്മാ കാരണച്ചുള്ളൊരു പ്രാർത്ഥനയല്ല. യാബസ് പറഞ്ഞു, എന്നെ
അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നോക്കൂ എത്ര വ്യക്തതയോടെയാണ് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥനയെ കുറിച്ച് ഡോക്ടറേറ്റ് എടുത്ത ആൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയുമോ? പ്രാർത്ഥനയെ കുറിച്ച് പ്രബന്ധം എഴുതിയ ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇതാ ഒരു പ്രബന്ധവും ഒരു ഉന്നത പഠനവും പ്രാർത്ഥന എന്ന വിഷയത്തിൽ എടുക്കാത്ത യാബസ് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എന്നെ അനുഗ്രഹിച്ചാൽ മാത്രം പോരാ, എന്നെ അനുഗ്രഹിച്ച് എന്റെ നിലയും വിലയും ഒക്കെ മാറ്റണം, എന്റെ അതിരുകൾ വിസ്തൃതമാക്കണം. അടുത്തതോ, അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും. അടുത്ത ഡിമാൻഡ്, അങ്ങയുടെ കരം എന്റെ കൂടെ ഇരിക്കണം. ഞാൻ എവിടെ പോകുമ്പോഴും നിന്റെ ബലമുള്ള കരം എന്റെ കൂടെ വേണം. ഹല്ലേലൂയ. യാബസിന്റെ പ്രാർത്ഥന എന്നും പറഞ്ഞ് അനേകർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. പക്ഷെ അതിന്റെ ഓരോ വാക്കുകൾ നോക്കൂ, എത്ര മനോഹരമാണ്, എത്ര ഗൗരവമുള്ളതാണ്. യാബസ് എന്നെ അനുഗ്രഹിക്കണമേ, ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഒച്ച വെക്കുകയല്ല, എന്റെ അതിരുകൾ വിസ്തൃതമാക്കണം. പിന്നെയോ, അങ്ങയുടെ കരം എന്റെ കൂടെ ഇരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വാക്യം നോക്കൂ, വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും. ആപത്ത് അപകടങ്ങളിൽ നിന്ന്, വിപത്തുകളിൽ നിന്ന് എന്നെ അങ്ങ് കാത്തുകൊള്ളണമേ. പിന്നെയോ, അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അവന്റെ പ്രാർത്ഥന, എല്ലാവരും ഒന്ന് പറഞ്ഞ, അവന്റെ പ്രാർത്ഥന അത് ദൈവം കേട്ടു. അപ്പോൾ ഒന്നാമത്തെ തെളിവ്, പ്രാർത്ഥന ദൈവം കേൾക്കും. ഇനി ഇങ്ങനെ എല്ലാവരും വചനം കേട്ടുകൊണ്ടിരിക്കുമല്ലേ? പ്രാർത്ഥന ദൈവം കേട്ടു, എന്നിട്ടാണ് 9ാമത്തെ വാക്യം വായിക്കേണ്ടത്. പ്രാർത്ഥന ദൈവം കേട്ടു എന്നെഴുതിയിട്ട് 10ാമത്തെ വാക്യം വായിച്ചിട്ട് അതിനോട് ചേർന്ന് നേരെ തിരിച്ച് 9ാമത്തെ വചനം വായിച്ച്, യാബസിന്റെ പ്രാർത്ഥന ദൈവം കേട്ടത് കൊണ്ട് യാബസ് അവന്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനും, ഇച്ചിരുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മിടുമിടുക്കനായി മാറാനുള്ള റീസൺ എഴുതിയിരിക്കുന്ന കണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമുയർത്തി പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നോക്കൂ, ഇത് തിരിച്ചു മറിച്ചിട്ട് വായിക്കണം. അപ്പോൾ അനുഗ്രഹം വന്ന റൂട്ട് ശരിക്കും പിടികിട്ടും. നമുക്കിവിടെ നിന്ന്, വാഴക്കുളത്ത് നിന്ന് രാവിലെ എറണാകുളത്തേക്കോ തൃശ്ശൂർക്കോ പോകുന്ന ബസ് നല്ല ബസ്സാണ് കാഴ്ചയിലെങ്കിലും ചിലപ്പോൾ നമ്മൾ പോകുമ്പോൾ കാണാറുണ്ട്, വഴിയുടെ സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ അറിയാൻ പറ്റും അത് കേടായതാണ് കാരണം. ഇവിടെ നിന്ന് പോകുന്ന ലക്ഷ്യത്തിലേക്ക് തൃശ്ശൂർക്കോ എറണാകുളത്തിനോ പോകുന്ന ബസ് കേടാകാം. ഇവിടെ നിന്ന് UK പോകുന്ന, ബ്രിട്ടനിലേക്ക് പോകുന്ന വിമാനം ചിലപ്പോഴെങ്കിലും പത്രത്തിൽ വായിച്ചിട്ടില്ലേ? കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് UK പുറപ്പെട്ട വിമാനം യന്ത്ര തകരാറ് മൂലം അടിയന്തരമായി ദുബായ് എയർപോർട്ടിൽ ഇറങ്ങി. യന്ത്ര തകരാറ്, അത് ലക്ഷ്യം വെച്ച് പോയത് UK പക്ഷെ എന്തോ യന്ത്രത്തിനൊരു തകരാറ്, വിമാനത്തിന് തകരാറ്, ബസ്സിന് തകരാറ്. ശാസ്ത്രജ്ഞന്മാർ വിക്ഷേപിക്കുന്ന ചില കാര്യങ്ങളിൽ ചില അപാകതകളും കുറവുകളും വന്ന് അത് ലക്ഷ്യം തെറ്റാറുണ്ട്. എന്നാൽ ഒരു കാര്യം, ഇവിടെയൊക്കെ തെറ്റുകൾ വന്നാലും പ്രാർത്ഥന ഒരിക്കലും എത്താതെ പോകില്ല. പ്രാർത്ഥിച്ചത് സത്യമാണെങ്കിൽ, മനസ്സുരുകി ദൈവത്തെ വിളിച്ചത് സത്യമാണെങ്കിൽ, ആ പ്രാർത്ഥന ലക്ഷ്യം തെറ്റുകയോ അത് കേടായി പോയി വഴിയിൽ കിടക്കുകയോ ഇല്ല. അത് എത്തേണ്ടത് ദൈവസന്നിധിയിലാണെങ്കിൽ ലക്ഷ്യത്തിൽ അത് എത്തിയിരിക്കും. അങ്ങനെ ഒരാൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ വാക്യങ്ങൾ പല പ്രാവശ്യവും വായിക്കാറുണ്ട്. ശരിക്കും ആരച്ച് കലക്കിയത് വായിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു സന്തോഷവും പ്രതീക്ഷയും തോന്നാറുണ്ട്. യാബസിന്റെ അമ്മയ്ക്ക് പോലും വലിയ താല്പര്യമില്ലായിരുന്നു ഈ കൊച്ചിനെ. പക്ഷെ അവൻ പ്രാർത്ഥിച്ചു, ദൈവത്തിൽ ആശ്രയിച്ചു, ആളും മിടുമിടുക്കനായി. എല്ലാവരെയും കാണുന്ന എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ വീട്ടിലെ മിടുക്കം പുള്ളിയാണ്, ഇപ്പോൾ സെന്റർ ഓഫ് അട്രാക്ഷൻ പുള്ളിയാണ്. എന്താണ് ആ പുള്ളി അത്രയും മിടുക്കനാകാനുള്ള കാരണം? ആ വ്യക്തിക്ക് ദൈവത്തോടുള്ള ബന്ധം അതൊരിക്കലും കേടാകരുത്
അതിനൊരിക്കലും പരിക്കു പറ്റരുത്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഈ ബന്ധമാണ് ഒരാളെ അനുഗ്രഹത്തിൽ വളർത്തുന്ന ബന്ധം. നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവാനുഗ്രഹത്തെ കുറിച്ചാണ്. ദൈവത്തിന്റെ അനുഗ്രഹം. ഒരു പഴഞ്ചൊല്ല് പറയുകയാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും. അത് പറഞ്ഞതൊരു സാധാരണക്കാരനാണ്, പക്ഷേ അത് ഒത്തിരി നല്ലതായിട്ട് എനിക്ക് തോന്നി. കരുത്തനാണേലും കുരുത്വമില്ലാത്തവൻ ജീവിതത്തിൽ രക്ഷപ്പെടില്ല. എന്താ പറഞ്ഞത്? കരുത്തനായാലും കുരുത്വമില്ലാത്തവൻ. കുരുത്വം എന്ന് മലയാള വാക്കിന്റെ അർത്ഥം ഒരു ദൈവ കടാക്ഷമില്ലാത്തവൻ. ഇച്ചിരുടെ നല്ല പറഞ്ഞാൽ എവിടെയോ ഒരു അനുഗ്രഹത്തിന്റെ കുറവ്. ആള് മിടുക്കനാണ്, ആള് ഭയങ്കര പുലിയാണ്, ആള് നിസ്സാരക്കാരനൊന്നുമല്ല. എല്ലാ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ അറിയാം. കളിയൊക്കെ പുള്ളിക്ക് അറിയാം, നന്നായിട്ട് കളിക്കാനും നന്നായിട്ട് പുള്ളിക്കെല്ലാം അറിയാം. പക്ഷേ എന്തോ കുരുത്തമില്ല. ആള് കാണാൻ കൊള്ളും, ആള് നല്ല സ്മാർട്ടാണ്, പക്ഷേ എന്തോ ഒരു കുരുത്തക്കുറവ്. കരുത്തനാണേലും ശക്തനാണേലും കുരുത്തമില്ലാത്തവൻ ജീവിതത്തിൽ തോക്കും. എന്നാൽ നേരെ അടുത്ത വാക്ക്, ചില ആളുകൾക്ക് വലിയ കരുത്തൊന്നുമില്ല. അവന്റെ വീട്ടിൽ പോലും അവന്റെ അപ്പം വിളിക്കുന്നത് എടാ കഴകത്തില്ലാത്തവനേന്നാ. ചിലപ്പോൾ അവനെ വിളിക്കുന്നത് എടാ മണ്ണുണ്ണി എന്നാണ്, ചിലപ്പോൾ വിളിക്കുന്നത് എടാ കഴുതെന്നാണ്. ആൾക്ക് കരുത്തൊന്നുമില്ല, കഴകത്തൊന്നും വലിയ കാര്യമായിട്ടില്ല. പക്ഷെ എന്നറിയാൻ പാടില്ല, പുള്ളി എന്ത് ചെയ്താലും വിജയിച്ചു വരും. പുള്ളി എങ്ങനെയാണേലും പുള്ളി എങ്ങനെ ഭയങ്കര സംബോധനയാണ്. പക്ഷെ ആ പുള്ളി കൊണ്ട് എന്ത് കുരുത്തം. ദൈവത്തിൽ നിന്ന് കിട്ടിയ എന്തോ ഒരു അനുഗ്രഹം എന്നതാണെന്ന് കാണിച്ചു തരാൻ അറിയില്ല, പക്ഷെ അതെന്തോ ആ വ്യക്തിയിലുണ്ട്. ചില ആൾക്കാർ പറയില്ലേ, ചില ആളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചാൽ തന്നെ അതൊരു അനുഗ്രഹമാണ്. ചില ആളുകൾ എത്ര പൈസ തന്നാലും നമ്മുടെ കയ്യിൽ നമുക്കത് ഉപകാരപ്പെടില്ല. നിങ്ങൾ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ കരുത്തരാകാൻ വേണ്ടി അല്ല ഇത് പ്രസംഗിക്കുന്നത്, കുരുത്തമുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്. കുരുത്തമുള്ളവരാണ്, അനുഗ്രഹമുള്ളൊരു വീട്, കുരുത്തമുള്ളൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? ഇത് എങ്ങനെ കിട്ടും? ഇത് ദൈവത്തിൽ നിന്ന് ചോദിച്ചു മേടിക്കുന്നതാണ്. കുരുത്തം, അനുഗ്രഹം. ഹല്ലേലൂയ. നിങ്ങൾ ചില അധ്യാപകര് പറയില്ലേ, എന്റെ ദൈവമേ ഈ കൊച്ചു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എന്തോ ഒരു മിടുക്കനായിരുന്നു, ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ ആള് തല താഴോട്ട് താഴ്ത്തിയിട്ട് പറയാ, ഒരു ജോലിയും കിട്ടിയില്ല, എവിടെ എത്താൻ പറ്റിയില്ല. ഇന്ന് ആൾക്ക് ഭയങ്കര ഡിപ്രഷനാണ് പോലും, ഇന്ന് ആൾക്ക് ഭയങ്കര നിരാശയാണെന്ന്. അയ്യോ, അപ്പോ എനിക്ക് അതേ ക്ലാസ്സിൽ വേറെ 1-2 പേരെ അറിയാം. അവരെല്ലാ പ്രാവശ്യവും അവഗണനയും പുച്ഛവും കളിയാക്കലും എല്ലാം കേട്ട് മനസ്സുമടുത്ത് മുരടിച്ചിരിക്കുന്നവരാണ്. എന്തു ചെയ്യുന്നു? ഞാനിപ്പോൾ ഇന്ന കാര്യത്തിൽ ഇന്ന ജോലി ചെയ്യുകയാണ്. ഇത് കേട്ടപ്പോൾ ഒരു പോലീസുകാരൻ അടുത്ത് വന്നു. ഒരു സ്ഥലത്ത് ഇതുപോലെ ധ്യാനിപ്പിച്ച സമയത്ത് ഒരു പോലീസുകാരൻ, എനിക്കറിയില്ലായിരുന്നു അദ്ദേഹം ഒരു പോലീസുകാരനാണെന്ന് അറിയില്ല, സാധാരണ പോലീസുകാരനാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊരു പോലീസുകാരനാണ്, ഇന്ന സ്റ്റേഷനിലാണ് ഞാനുള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചു, സാറ് ഞാൻ ഇന്ന് ഫാദർ പ്രസംഗിച്ചത് കേട്ടു, കരുത്തനാണേലും കുരുത്തമില്ലാത്തവൻ രക്ഷപ്പെടില്ല. ചില ആളുകൾക്ക് കരുത്തില്ല, പക്ഷെ കുരുത്തമുണ്ട്, കുരുത്തം അനുഗ്രഹമുണ്ട്. ഞാനത് പ്രസംഗിച്ച് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ അത് വല്ലാതെ കൊണ്ടു. അതുകൊണ്ടാണ് അച്ഛനെ കാണാൻ വന്നത്. എന്തു പറ്റി? എനിക്ക് എൻ്റെ സഹോദരനുണ്ട്, എനിക്ക് സഹോദരിയുണ്ട്, എൻ്റെ വീട്ടുകാർക്കൊക്കെ അവരെയൊക്കെ ആയിരുന്നു പ്രിയം. അപ്പോൾ എപ്പോഴും എന്നെ അവഗണിക്കുമായിരുന്നു. നിനക്ക് കഴിവില്ല, നിനക്ക് ബുദ്ധിയില്ല, നിനക്കൊരു ഭാഗ്യമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ വല്ലാതെ വിഷമിപ്പിക്കുമായിരുന്നു. എൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് അവഗണന കിട്ടുമായിരുന്നു. പക്ഷെ ഇന്ന് ഗവൺമെന്റ് ജോലിയുള്ള ഒരാൾ ഇന്ന് ഞാനാണ്. എൻ്റെ വീട്ടിൽ ഗവൺമെന്റ് ജോലിയുള്ള എൻ്റെ ശമ്പളത്തിൽ നിന്ന്, എനിക്ക് ഗവൺമെന്റ് ജോലി ഉള്ളതുകൊണ്ട് ഞാൻ ലോൺ എടുത്തിട്ടാണ് എൻ്റെ സഹോദരിയെ പുറം രാജ്യത്ത് വിട്ടത്. അച്ഛൻ പറഞ്ഞത് സത്യമാണ്, എല്ലായിടത്തും പറയേണ്ടത്. നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് കരുത്തിനാണ്, എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹമാണ് അതിനേക്കാൾ വലുത്. അതിന്റെ പേര് കുരുത്തമെന്നാണ്, അതിന്റെ പേര് അനുഗ്രഹമെന്നാണ്.
അത് നമുക്കൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അറിയാൻ പറ്റും. അതെല്ലാ മനുഷ്യർക്കും ഇതുണ്ട്, ഉണ്ടോ ഇല്ലയോ? അതായത് ഉദാഹരണം പറയാം, നിങ്ങളാണെങ്കിൽ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ പറയില്ലേ, നല്ല അനുഗ്രഹമുള്ളൊരു വീട്, ആരാ ഇത് പണിതത് എന്ന് ചോദിക്കും. ഹല്ലേലൂയ. ചില വലിയ വീടാണ്, എന്നാലും നമ്മുടെ മനസ്സിൽ എന്തോ ആ വീട് കാര്യം വലിയ ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്തോ ആ വീടിന് ഒരു സന്തോഷമില്ല, ഒരു കുറവ്. നമ്മൾ പറയും എന്തോ കുഴപ്പമില്ല, ആ കൊള്ളാം, ചുമ്മാ എന്തോ ഒരു കുറവുണ്ട് അവിടെ. ആ സംഭവം എന്താണോ അതാണ് ആ കുറവ്, അനുഗ്രഹത്തിന്റെ കുറവ്. എന്നോട് എനിക്ക് ഒരാളെ ഒരു കാര്യം മനസ്സിലായി. അനുഗ്രഹമുള്ള മനുഷ്യരുണ്ട്. ചില ആളുകൾ വീട്ടിൽ വരുമ്പോൾ, നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ളവർ പറയില്ലേ, അങ്ങനെ ഒരു ഭാര്യ ഭർത്താവിനോട് പറയുന്നത് ഞാൻ കേട്ടു. ആ മനുഷ്യനോട് പറഞ്ഞു, ഇങ്ങനെയാ പറഞ്ഞത്, ഞാനൊരു മനുഷ്യനെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇനി ആ മനുഷ്യനെ ഈ വീട്ടിൽ കൊണ്ടുവരരുത്. അപ്പോൾ അയാൾ ചോദിച്ചു, എടി ആ മനുഷ്യൻ എന്നാ ദ്രോഹമാണ് നിനക്ക് ചെയ്തത്? നിന്നെ എന്തെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചോ? ആ മനുഷ്യൻ എന്റെ സുഹൃത്താണ്. അപ്പൊ അയാളുടെ ഭാര്യ പറയണം, ഇനി അയാളെ കൊണ്ടുവന്ന വാക്കത്തിയെടുത്താണ് കാലിയാപ്പെട്ടു. വാക്കത്തിയെടുത്ത് കാല് വെട്ടാൻ മാത്രം എന്ത് ദ്രോഹമാണ് ചെയ്തത്? അയാളുടെ ഭാര്യ പറയുന്നു, അയാൾ ഈ വീട്ടിൽ വരണ്ട. എന്നാൽ അതേ വീട്ടിൽ വേറൊരു മനുഷ്യൻ വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഭർത്താവ് ഒരുമിച്ച് ചോദിക്കുവാണ്, എന്നാൽ 7:30 ഞാൻ എന്നാ അങ്ങോട്ട് പോയേക്കോ, എനിക്കൊരു 10 മണിയോട് വീടെത്താവട്ടോ. അപ്പോൾ അവർ ഒന്നടങ്കം രണ്ടുപേരും കൂടെ ചോദിക്കുവാ, നാളെ പോയാ പോരെ? നാളെ പോകാന്നേ, ഇവിടെ കിടക്കാമല്ലോ, എന്താ ഇത്ര തിരക്ക്? ഒരാൾ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, അയാളെ എത്രയും വേഗം പറഞ്ഞു വിട്. വേറൊരാൾ വന്നപ്പോ പറഞ്ഞു, നാളെ പോയാ പോരെ, എന്താ ഇത്ര തിരക്ക്? നമുക്ക് ഒരു ദിവസം കൂടെ കിടന്നിട്ട് പോകാം, ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകാമല്ലോ. അല്ല, എനിക്ക് പോകണം. അല്ല, ദേവി ഇത് നോക്ക്, ഒന്ന് വിളിച്ചു നോക്ക്, നാളെ പോയാൽ മതിയെന്നേ, ഈ രാത്രിക്ക് നിങ്ങൾ വണ്ടി ഓടിച്ചു പോകണ്ടെന്നേ. ചില ആളുകളെ നമ്മൾ എന്തോ ഇഷ്ടപ്പെടുന്നു, ചില ആളുകളെ വിളിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നു. ചില ആളുകൾ വരുമ്പോൾ ആ വീട്ടിൽ പലരും പറയുന്നു, അയാളോട് വേഗം പോകാൻ പറ, അയാളോട് വേഗം പോകാൻ പറ, ഇവിടെ കിടത്താൻ പറ്റത്തില്ല, ഞാനിനി അയാൾക്ക് വെച്ചു കൊടുക്കത്തില്ല. അയാളോട് എന്തോ ഒരു ദേഷ്യം, എന്തോ ഒരു നെഗറ്റീവ് എനർജി, പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, രാത്രിയും പകലുമുണ്ട്, മനുഷ്യനുമുണ്ട്. ചിലർ അനുഗ്രഹമുള്ളവരാ. നമ്മുടെ മതത്തിൽപ്പെട്ടവരല്ലാത്ത മതത്തിലുള്ളവർ പറയും, ചില ആളുകൾക്ക് രാശിയുണ്ടെന്ന് പോലും. എന്നാണ് എനിക്ക് ആ വാക്കിന്റെ അർത്ഥം ശരിക്കും അറിയില്ല. ഞാൻ വിചാരിക്കുന്നു ഇതേപോലെയൊക്കെ ചേർത്ത് വയ്ക്കുന്ന ഒരു പദപ്രയോഗമായിരിക്കുമെന്ന്. വേറെ മതത്തിൽപ്പെട്ട ഒരാൾ പറയണം, ആള് രാശിയുള്ളൊരു പയ്യനാ. നമ്മുടെ ഭാഷയിലേക്ക് അത് വരുമ്പോൾ അത് അനുഗ്രഹം എന്ന വാക്കാണ്. അനുഗ്രഹം അതൊരാളെ വളർത്തുകയല്ലാതെ തളർത്തുകയില്ല. അങ്ങനെയുള്ള ഒരാളായിരുന്നു യാബസ്. നിങ്ങൾ അനുഗ്രഹമുള്ള ഒരാളാകണം. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. നിങ്ങൾ എവിടെ ചെന്നാലും അനുഗ്രഹമുള്ള ഒരാളാകണം. ഏത് രാജ്യത്ത് ചെന്നാലും, ഏത് ഭവനത്തിൽ ചെന്നാലും, കുടുംബക്കാരുടെ വീട്ടിൽ ചെന്നാലും നിങ്ങളുടെ സാന്നിധ്യം പോലും അവർക്ക് അനുഗ്രഹമാകണം. നിങ്ങളൊരു ദൈവാനുഗ്രഹമുള്ള ഒരാളാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ള വാക്കുകൾക്കും അങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെ വലിയ വിലയാണ്. ഞാനൊരു കുഞ്ഞു ഉദാഹരണം പറയുകയാണ്. അത് എനിക്ക് പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ്. പക്ഷെ പുള്ളിക്ക് വായിക്കാനും എഴുതാനൊന്നും വലിയ പിടിപാടില്ല. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നയാളാണ്. എന്തായാലും ആ വ്യക്തി ആരുടെയും കുറ്റമൊന്നും പറയാത്തൊരു മനുഷ്യനാണ്. അയാളെ നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെടും. അയാളുടെ മുടി നമ്മൾ ഇഷ്ടപ്പെടും, അയാളുടെ മുഖം നമ്മൾ ഇഷ്ടപ്പെടും, അയാൾ തലമുടി ചെയ്യുന്നത് പോലെ നമ്മളും ചെയ്യാൻ നോക്കും, അയാൾ ഷർട്ട് ധരിക്കുന്നത് പോലെ നമ്മളും ഷർട്ട് ധരിക്കാൻ എന്തോ നമുക്കൊരു ഇഷ്ടം തോന്നും. അയാൾ കൈ മടക്കി വെക്കുന്നത് പോലും, ഫുൾ കൈയുള്ള ഷർട്ട് മടക്കി വെക്കുന്നത് പോലും എന്തോ ഒരു പ്രത്യേകതയുള്ളത് പോലെ, എന്തോ ഒരു അനുഗ്രഹമുള്ള മനുഷ്യൻ. പക്ഷേ ഇത് വായിക്കാൻ എഴുതാൻ അറിയില്ല. 7ാം ക്ലാസ് വരെ കണ്ടേ കഷ്ട പഠിച്ചിട്ടുള്ളൂ. ഇപ്പോഴും ബസ്സിന്റെ ബോർഡ് വായിക്കാനൊന്നും വലിയ പരിപാടില്ല, ഒപ്പിടാൻ പോലും ആൾക്കറിയില്ല. പക്ഷെ അയാൾ ഒരു വൈദികന്റെ കൂടെ ഒരു പള്ളിയിലെത്തിയപ്പോൾ ഒരാൾ കാറുമായിട്ട് വന്നു. എന്നിട്ട് അവിടുത്തെ അച്ഛനോട് പറഞ്ഞു, ഞാൻ ഈ ബ്രദറിനെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോകോട്ടെ. പൊക്കോളാൻ പറഞ്ഞു. അയാളുടെ വില കൂടിയ കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തി ആളെ കൊണ്ടുപോകണം. അയാളുടെ വീട് അല്പം ഇറക്കമുള്ള ഒരു സ്ഥലത്താണ്. ആ ഭാഗത്തെല്ലാം 2 സൈഡിലും അടുപ്പിച്ച് കോളനി പോലെ വീടുകളുണ്ട്. എല്ലാം വലിയ വലിയ വീടുകളാണ്. മക്കളൊക്കെ പുറം രാജ്യത്തൊക്കെയുള്ള നല്ല സാമ്പത്തികമായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ഭാഗമാണ്, കേരളത്തിലാണ്. അങ്ങനെ പോയപ്പോൾ ഈ മനുഷ്യൻ അതൊന്നും അറിയുന്നില്ല. സാധാരണ അയാളുടെ കാറിന് മുമ്പിൽ അയാളാണ്
സീറ്റ്, അയാൾക്ക് കാറൊന്നുമില്ല, അയാൾക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ പോലും വലിയ പിടിപാടില്ല. അപ്പോൾ അതുകൊണ്ട് ആ മനുഷ്യൻ തന്നെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് ഫ്രണ്ട് സീറ്റ് ഇരുത്തി കൊണ്ടുപോവാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ഒരു സ്ത്രീ ആ തിണ്ണയിൽ നിൽപ്പുണ്ടായിരുന്നു. ഇവര് കണ്ടിട്ടില്ല, അയാൾ കണ്ടു, ഇവരെ ഈ വണ്ടി ഓടിക്കുന്ന ആൾ കണ്ടില്ല. അപ്പോൾ അവർ സൂക്ഷിച്ചു നോക്കി, ആരാണാവോ ഈ കാറിൽ ഇപ്പോൾ തവിട്ട് പോകുന്നത്. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ കാർ തിരിച്ചു പോകുന്ന കണ്ടു. അപ്പോൾ ആ സ്ത്രീക്ക് ഒരു സംശയം, ഇത് ഇന്നയാളാണോ, ഈ പ്രാർത്ഥനയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണല്ലോ. ഇതറിയാൻ വേണ്ടി ആ വ്യക്തി പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങി താഴത്തെ വീട്ടിൽ ചെന്ന് അവിടുത്തെ ചേച്ചിയോട് ചോദിച്ചു, ആരുടെ വീട്ടിലാണോ വന്നത്? അവരോട് ചോദിച്ചു, അല്ല നിങ്ങളുടെ വീട്ടിൽ ഒരാളിപ്പോ വന്നു പോയല്ലോ, ആരത്? അപ്പോൾ അവര് പറഞ്ഞു, അത് അപ്പുറത്തെ പള്ളിയിൽ പ്രാർത്ഥിക്കുക, എന്റെ ചേട്ടന് ചെറിയ പരിചയമുണ്ട്, ധ്യാനിപ്പിക്കാൻ അവിടുത്തെ അച്ഛന്റെ കൂടെ വന്നൊരു ബ്രദറാണ്. പണ്ടൊരു ധ്യാനത്തിന് പോയപ്പോ പുള്ളി കൗൺസിലിംഗ് എടുത്തു വന്നു, പ്രാർത്ഥിച്ചിട്ട് ഏതാണ്ടോ കാര്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അപ്പുറത്തെ വീട്ടിലെ സ്ത്രീ മുഖഭാവം മാറ്റിയിട്ട് ചോദിച്ചു, ദേഷ്യത്തോടെ ചോദിച്ചു, ഇങ്ങനെ ചോദിച്ചു, അല്ല അങ്ങനെ ഒരു മനുഷ്യൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളോടൊരു വാക്ക് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ആ ചേച്ചി ചോദിച്ചു, അല്ല ആ മനുഷ്യൻ വന്നത് നിങ്ങളെ അറിയില്ലല്ലോ. അല്ല, ആ മനുഷ്യനെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഒരുപാട് നാളായി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വ്യക്തിയെ കൊണ്ട് വീണ്ടും ഫോൺ വിളിപ്പിച്ച് ചോദിച്ചു, ഒന്ന് വരാമോ എന്ന്. നോക്കൂ, ഒരു മനുഷ്യനെ, ഒരു റബ്ബർ വെട്ടി നടക്കുന്ന, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത, ഒന്നും വേണ്ട, ഇരിക്കുന്ന കാറിന്റെ സീറ്റ് ബെൽറ്റ് പോലും നേരാവണ്ണം ഇടാനറിയാത്ത മനുഷ്യനെ അയാൾ എന്റെ വീട്ടിലൊന്ന് കൊണ്ടുവരുമോ? അയാൾ എന്റെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒന്ന് കൊണ്ടുവരാമോ? നിങ്ങൾ എന്ത് മനുഷ്യനാണ്? അയാൾ വീട്ടിൽ വന്നിട്ട് ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. ഒരു മനുഷ്യൻ ഇത്രയും വിലയുണ്ടോ? അത് വായിക്കാനും എഴുതാനും അറിയാതെ ഈ മനുഷ്യൻ ഇത്രയും വില, അത് അനുഗ്രഹത്തിന്റെ വിലയാണ്. അത് അയാളിൽ ദൈവം നിക്ഷേപിച്ച അനുഗ്രഹത്തിന്റെ ഏത് അളവ് പോലെ കൊണ്ട്, ഏത് സ്കെയിൽ കൊണ്ട് നടക്കുമെന്ന് എനിക്കറിയത്തില്ല അയാളിലുള്ള ദൈവാനുഗ്രഹം. പക്ഷെ അയാളെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നു. ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കുന്നു, പറയുന്നു, ദൈവാനുഗ്രഹമുള്ള ഒരാളാകണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോലും ദൈവാനുഗ്രഹമുള്ള ഒരാളാകണം. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനുഗ്രഹത്തെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. ഈ വാക്ക് തന്നെ വളരെ അനുഗ്രഹമുള്ളൊരു വാക്കാണ്. അനുഗ്രഹത്തെ കുറിച്ച് ഒരു വചനഭാഗം എടുക്കുകയാണ്. ദൈവാനുഗ്രഹം എങ്ങനെ വരും എന്ന് നിങ്ങളോട് പറയാൻ പോവുകയാണ്. ദൈവാനുഗ്രഹം എങ്ങനെ വരും? ചുമ്മാതെ വരുമോ? കൈ കെട്ടിയിരുന്നാ വരുമോ? എന്തുവാ ചെയ്യേണ്ടത്? അതിനേത് വഴിയാ വെട്ടേണ്ടത്? ഒരു മായവും ചേരാത്ത വിധത്തിൽ കൃത്യമായി ഉള്ളതുപോലെ തന്നെ വായിച്ചു കേൾപ്പിക്കാം. ദൈവാനുഗ്രഹം വരുന്ന വഴി. നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വേണമെങ്കിൽ ഈ വാക്കുകൾ നോട്ട് ചെയ്തു കൊള്ളുക. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. നിയമാവർത്തനം 6-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ എന്തിനാ പറയുന്നത് അറിയാമോ? ഒരാളിൽ ദൈവാനുഗ്രഹം വരാനുള്ള വഴി ഏതാണ്? ആ റൂട്ട്. ഏത് റൂട്ടിലൂടെയാണ് അത് വരിക? ഇപ്പോൾ അതൊരു ഹാളാണ്, ഒരു സ്കൂളിന്റെ ഗ്രൗണ്ടാണ്. എതിരെയാണ് വാഹനം കയറി വരിക. എനിക്ക് കാണാൻ പറ്റും, ആ ലൈറ്റ് ഇട്ടിരിക്കുന്ന, ട്യൂബ് ലൈറ്റ് ഒക്കെ ഇട്ടിരിക്കുന്ന, ആ മാലബൾബ് കൊണ്ട് അലങ്കരിച്ചിട്ടിരിക്കുന്ന, അതിലെയാണ് വാഹനങ്ങൾ വരുന്നത്. ഇതുപോലെ ദൈവാനുഗ്രഹവും ഒരാളിൽ വരാൻ ചില വഴികളുണ്ട്. ഏതാണ് ആ വഴി? ദൈവം കിടക്കുന്നു ആ വഴി. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കാം. ആകയാൽ ഇസ്രായേലേ കേൾക്കുക. ആകയാൽ ഇസ്രായേലേ കേൾക്കുക എന്ന് പറയുന്നത് എന്തിനാണ്? അപ്പോൾ ഇത് പറഞ്ഞത് കേൾക്കാൻ വേണ്ടി തന്നെയാണ്. കേൾക്കുക. നിങ്ങൾക്ക് നന്മയുണ്ടാകാനും. മനസ്സിലായില്ല? നിങ്ങൾക്ക് നിങ്ങൾക്ക് നന്മയുണ്ടാകാനും കൃത്യമായി എഴുതിയിരിക്കുകയാണ്. നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ എന്തുവാ ചെയ്യേണ്ടത്? വേദപുസ്തകത്തിൽ, ബൈബിളിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ വ്യക്തമായി മലയാള ഭാഷയിൽ ഒരു ട്യൂഷൻ പോലും ആവശ്യമില്ല. ഇത് മനസ്സിലാക്കാൻ ഒരു ട്യൂഷൻ സാറിന്റെ സഹായം ആവശ്യമില്ല. മലയാളത്തിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ, നിന്റെ കുടുംബത്തിന് നന്മയുണ്ടാകാൻ, നിന്റെ ജീവിത പങ്കാളിക്ക് നന്മയുണ്ടാകാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നന്മയുണ്ടാകാൻ, നിന്റെ ആരോഗ്യത്തിന് നന്മയുണ്ടാകാൻ എന്ത് ചെയ്യണം? നന്മയുണ്ടാകാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തതുപോലെ തേനും പാലും ഒഴുകുന്ന നാട്ടിൽ
നിങ്ങൾ ധാരാളമായി വർദ്ധിക്കാനും വേണ്ടി ഇവ അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇനി താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുവിൻ. ഇസ്രായേലുകൾക്ക് നന്മയുണ്ടാകാൻ, അഭിവൃദ്ധി ഉണ്ടാകാൻ, ഉയർച്ചയുണ്ടാകാൻ. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിക്കേ, എവിടെയൊക്കെയോ നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? കുടുംബജീവിതത്തിൽ തുടങ്ങി, നമ്മുടെ മക്കളുണ്ടോ വല്ലോ പറഞ്ഞാൽ കേൾക്കുന്നു. എല്ലായിടത്തും കാറിന്റെ റിവേഴ്സ് ഗിയർ ഇട്ടതുപോലെയാണ് നമ്മുടെ പ്രത്യേകത. പിറകാട്ടോടാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഗിയർ ഇട്ട് മുന്നോട്ടെടുക്കാൻ പോലും പലർക്കും അറിയാൻ പാടില്ല. ശരിക്കും ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. നോക്കൂ, നമ്മൾ എല്ലാ മേഖലകളിലും, ബിസിനസിന്റെ മേഖലയിലും സാമ്പത്തികത്തിന്റെ മേഖലയിലും എല്ലാം പിറകോട്ട് പോകാൻ തുടങ്ങിയിരിക്കുന്നു. എല്ലായിടത്തും പിറകോട്ട് പോകാൻ തുടങ്ങിയിരിക്കുന്നു. എവിടെയൊക്കെയോ നമ്മൾ ദയനീയമായി പരാജയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നന്മയുണ്ടാകേണ്ട ആവശ്യകതയുണ്ട്. ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, നിനക്ക് നന്മയുണ്ടാകാൻ, നിനക്ക് ഉയർച്ചയുണ്ടാകാൻ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുവിൻ. അപ്പോൾ എന്താ എഴുതിയിരിക്കുന്ന വായിക്കട്ടെ. ഇസ്രായേലേ കേൾക്കുക, ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. ഒരേ ഒരു കർത്താവാണ്. ആറാമത്തെ വാക്യം, സമയക്കുറവുള്ളത് കൊണ്ട് ആറാമത്തെ വാക്യം. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ. നിങ്ങൾ വീട്ടിൽ പോയി പരിശോധിക്കണം, ഇതുപോലെയുള്ള അതേ വാക്കുകൾ തന്നെയാണോ എന്റെ ബൈബിളിൽ ഉള്ളത്, അതോ ഞാൻ ഉപയോഗിക്കുന്ന ബൈബിളിൽ മാത്രമേ ഇതുള്ളൂ? ഇത്രയും ഗൗരവമുള്ള വാക്കുകൾ നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന, എന്താണ് അതിൽ അപ്പുറത്ത് എഴുതിയിരിക്കുന്നത്? വചനങ്ങൾ. ഒന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. കേട്ടാ പോരാ, ഉൾക്കൊള്ളണം. അത് എവിടെ ഉണ്ടായിരിക്കണം? ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഇന്നലെ പറഞ്ഞതുപോലെ ഒരു വാക്ക് പറയട്ടെ, ഏറ്റവും കുറവ് ബൈബിൾ വായിക്കുന്നത് നമ്മളാണ്. പരീക്ഷയൊക്കെ എഴുതി നല്ല മാർക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, സത്യമാണ്. പക്ഷെ വിശ്വാസത്തിൽ എത്ര വചനം എടുത്തിട്ടുണ്ട്? അതൊരു മനുഷ്യൻ പറഞ്ഞതുപോലെയാണ് നമ്മുടെ കാര്യവും. കേരളത്തിന്റെ പുറത്ത് ഒരു സോപ്പ് കമ്പനി, എന്ത് കമ്പനി? കുളിക്കുന്ന സോപ്പിന്റെ വലിയൊരു കമ്പനി. അപ്പുറത്തെ നാട്ടുകാരൊക്കെ പറയുന്നത് ഇവിടെ നിന്നുണ്ടാക്കുന്ന സോപ്പൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറി പോവുകയാണ്, ഇവിടെ നിന്ന് കിട്ടുന്നില്ലെന്ന്. പക്ഷെ ധാരാളം വലിയ വാഹനത്തിൽ ഈ സോപ്പ് ഇങ്ങനെ കമ്പനി ഇങ്ങനെ കയറി പോവാണ്. ചെറുകിട ബിസിനസ്സുകാർ അവിടെ നിന്ന് സോപ്പ് എടുക്കാറുണ്ട്, ചെറിയ കച്ചവടക്കാർ. എന്നിട്ടത് വിൽപ്പന നടത്താറുണ്ടത്രേ. അതുകൊണ്ട് ഒരുപാട് ആളുകൾ അവിടെ വരാറുണ്ട്. അതുകൊണ്ട് ആ സോപ്പ് കമ്പനിയുടെ ഫ്രണ്ടിൽ, ഗേറ്റിന്റെ ഫ്രണ്ടിൽ അകത്ത് പുറത്ത് ഭിക്ഷക്കാരിപ്പുണ്ട്. ഭിക്ഷക്കാർ ഒരെണ്ണം കുളിച്ചിട്ടില്ല, ഒരെണ്ണത്തിന് വൃത്തിയില്ല. എല്ലാത്തിന്റെയും ദേഹത്ത് ഇഷ്ടം പോലെ ചെളി, തലമുടിയെല്ലാം വൃത്തികേടായിട്ടിരിക്കുന്നു. എന്തിന്റെ മുമ്പിലായിരിക്കുന്നത്? സോപ്പ് കമ്പനിയുടെ മുമ്പിലായിരിക്കുന്നത്. സോപ്പ് കമ്പനിയുടെ മുമ്പിലായിരിക്കുന്നു എന്ന് വിചാരിച്ച് ചെളി പോകണമെന്ന് നിർബന്ധമില്ല, വൃത്തിയാകണമെന്ന് നിർബന്ധമില്ല. പിന്നെ എന്തു ചെയ്യണം? ആ സോപ്പ് വിൽപ്പനക്കാരൻ്റെ അടുത്ത് ചെന്ന് കുറച്ച് പൈസ മുടക്കി ഒന്നോ രണ്ടോ സോപ്പ് മേടിച്ചുകൊണ്ട് വന്ന് അപ്പുറത്തെ ടോയ്ലറ്റിലോ കുളിക്കുന്ന സ്ഥലത്തോ പോയിട്ട് നന്നായി ആ ഒരു സോപ്പ് അതിന്റെ കവർ പൊട്ടിച്ച് അത് ഒരാൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് അയാളുടെ ചെളി പോകത്തുള്ളൂ. ഇതോടൊക്കെ തന്നെ നമ്മുടെ കാര്യവും. നമ്മൾ വലിയ പാരമ്പര്യം പറയുന്നവരും വലിയ അഭിമാനമുള്ളവരാണ്. പക്ഷേ ഈ ദൈവവചനത്തിന്റെ മുമ്പിൽ അതിൽ ഈ വചനങ്ങൾ വിശ്വാസത്തോടെ എടുത്ത് അത് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എവിടെയൊക്കെയോ പരാജയപ്പെട്ടിരിക്കുന്നു. നമ്മളെക്കാൾ വചനങ്ങൾ അക്രൈസ്തവർക്കറിയാം. നമ്മളെക്കാൾ വചനങ്ങൾ അക്രൈസ്തവർക്കറിയാതെ അവരുടെ ഭവനങ്ങളിൽ ദൈവവചനം അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ കാണാപ്പാടും അറിയാം. എനിക്കറിയാം ചിലരെ. നമ്മൾ ഈ സോപ്പ് കമ്പനിയുടെ മുമ്പിൽ ഇരിക്കുന്ന ഭിക്ഷക്കാരെ പോലെയാണ്. നമ്മൾ വലിയ സംഭവമാണ് നമ്മൾ. പക്ഷെ നമുക്ക് അതിന്റെ ഒരു ഗുണം കിട്ടാൻ തുടങ്ങിയിട്ടില്ല. നിങ്ങളുടെ കൈകളിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ വചനം ഒരു പിള്ളേര് പഠിക്കുന്ന കെമിസ്ട്രിയുടെ പുസ്തകം പോലെയോ ബയോളജിയുടെ പുസ്തകം പോലെയോ മാത്തമാറ്റിക്സിന്റെ പുസ്തകം പോലെയോ ഒരു പുസ്തകമായി ആ അലമാരിയിലോ പ്രാർത്ഥനാമുറിയിലോ ഇരുന്നത് കൊണ്ട് കാര്യമില്ല.
അതിനകത്തുള്ള വചനങ്ങൾ വിശ്വാസത്തോടെ എടുക്കുമ്പോൾ അത് ഹൃദയത്തിൽ എത്തുമ്പോഴാണ് ഒരാളുടെ ജീവിതത്തിൽ നന്മയുണ്ടാകുന്നത് എന്ന് ഈ വിശുദ്ധ ഗ്രന്ഥം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ ഒരു ബോധ്യത്തിൽ നിന്നാണ് നിയോഗ പ്രാർത്ഥന എന്ന ഒരു പ്രാർത്ഥനയൊക്കെ ആരംഭിച്ചത്. അത് ദൈവം എനിക്ക് തന്ന ഒരു ദർശനമാണ്. ഞാൻ എവിടുന്നോ കണ്ടുപിടിച്ചൊരു പ്രാർത്ഥനയൊന്നുമില്ല. പേര് നിയോഗ പ്രാർത്ഥന എന്നാണേലും ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്തുള്ള ഒരു ശുശ്രൂഷ മാത്രമേ ഉള്ളൂ. ഞാൻ അതിന്റെ ഒത്തിരി ഗുണം അനുഭവിച്ച ഒരാളാണ്. ഇവിടെയും ഞാൻ നിന്നപ്പോൾ, ഈ ആശ്രമത്തിൽ നിന്നപ്പോൾ 5-6 പേരെന്നെ കാണാൻ വന്നിട്ടുണ്ട്. അങ്ങ് വരണ്ടല്ലോ എന്ന് വിചാരിച്ചാ വന്നത്. സാക്ഷ്യം പറയാൻ വന്നതാണ്. സാക്ഷ്യം പറയാൻ ഞാൻ വലിയ ശുശ്രൂഷകളൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ രോഗശാന്തി ശുശ്രൂഷ നടത്തിയില്ലല്ലോ, ഞാൻ ആരുടെയും തലയെ കൈവച്ച് പ്രാർത്ഥിച്ചില്ലല്ലോ, ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. ഞാനൊരു ദൈവവചനം എനിക്ക് മനസ്സിലായതുപോലെ നിങ്ങളോട് പറഞ്ഞു തന്നല്ലേ ഉള്ളൂ. അത് മതി ഒരാളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വഴിയിൽ നിൽക്കുന്നത് കണ്ട്, ഞാൻ വഴിയിൽ നിൽക്കുന്നത് കണ്ട് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു ആപ്പ ഓട്ടോറിക്ഷക്കാരൻ അപ്പുറത്ത് മാറ്റി നിർത്തിയിട്ട് വേഗത്തിൽ വരുന്നു. അദ്ദേഹം മുണ്ടൊക്കെ അഴിച്ചിട്ട് എന്റെ അടുത്ത് നിന്നു. എന്നിട്ട് കൈ കൂപ്പി പിടിച്ച് എന്നോട് പറഞ്ഞു, അതെനിക്ക് വലിയ ബഹുമാനമായിട്ട് തോന്നി. എന്നോട് ഇങ്ങനെ പറഞ്ഞു, മനസ്സിലാകുന്ന വിധത്തിൽ വചനം പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ, എന്നാ ഞാൻ പോകട്ടെ. മനസ്സിലാകുന്ന തരത്തിൽ ഈ വചനം പറഞ്ഞു തന്നതിന് നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഓട്ടോറിക്ഷ ഡ്രൈവർ പോവാണ്. അയാൾ ധരിച്ചിരുന്ന വസ്ത്രം പോലും എനിക്കറിയാം. ഒരു സാധാരണ മുണ്ടും ഒരു കാക്കി ഡ്രസ്സും ഇട്ടൊരാൾ, സാമാന്യം ശരീരമുള്ള ഒരു മനുഷ്യൻ. അയാൾ പറയുകയാണ്, വചനം മനസ്സിലാകുന്ന തരത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് നന്ദിയുണ്ട്, ഒത്തിരി നന്ദിയുണ്ട്. ഞങ്ങളുടെ ബലം ഇപ്പൊ അതാണെന്ന്. ദൈവവചനം ഹൃദയത്തിലുണ്ടെങ്കിൽ നിനക്ക് നന്മയുണ്ടാകാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കുഞ്ഞുങ്ങളിൽ നന്മയുണ്ടാകാൻ തുടങ്ങും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തെറ്റായ ബന്ധത്തിൽ ചെന്ന് പോകത്തില്ല. നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ പല മക്കളും ഇന്ന് മുസ്ലിമായി തട്ടമിട്ട് വേറെ ആളുകളുടെ വീട്ടിലാണ് ജീവിക്കുന്നത്. മതം പറയുകയോ വർഗീയത പറയുകയോ ഒന്നും അല്ല കേട്ടോ. നമ്മളാരും മക്കളെ വളർത്തുന്നത് മുസ്ലിം ആകാനല്ല. നമ്മളാരും മക്കളെ വളർത്തുന്നത്, നമുക്ക് നമ്മുടേതായ ചില സ്വപ്നങ്ങളും നിയോഗങ്ങളും ഉണ്ട്. എത്രയോ കുടുംബങ്ങളാണെന്നറിയാമോ വേദനിക്കുന്നത്. അവർ പറയുന്നു, ഞങ്ങളുടെ മകൻ, ഞങ്ങളുടെ മകൾ ഇതേ ഇന്നതുപോലെയാണ്, അവർ ഇന്ന പോലെയാണ് എന്ന് പറയുമ്പോൾ അവർ കരയുന്നു, വല്ലാതെ കരയുന്നു. അവർക്ക് വല്ലോ അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത്രയും കഷ്ടം, വിഷമമാണ് അവരുടെ ഉള്ളിൽ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം നിങ്ങൾക്കറിയുമോ? അത് നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ സാധിക്കുമോ? നിങ്ങൾക്ക് നന്മയുണ്ടാകും. നിങ്ങളുടെ കുടുംബത്തിൽ നന്മയുണ്ടാകും. നിങ്ങളുടെ തലമുറകളിൽ നന്മയുണ്ടാകും. ആനകുതിര കാര്യമൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല ബൈബിളിലെ ദൈവവചനം. നന്മയുണ്ടാകാൻ വളരെ സിമ്പിൾ. ദൈവത്തിന്റെ വചനം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. അടുത്ത വാക്യം, 7-ാമത്തെ വാക്യം. അത് മനസ്സിലുണ്ടായാൽ പോരാ. അടുത്ത വാക്യം വായിച്ച് 7-ാമത്തെ വചനം. ജാഗ്രതയോടെ, ജാഗരൂകതയോടെ. ജാഗരൂകത എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? വളരെ ശ്രദ്ധയോടെ. ചുമ്മാ കളിതമാശയല്ലത്, ചുമ്മാ കളിതമാശയല്ലത്. അത് ചുമ്മാതല്ലത്. ജാഗരൂകതയോടെ. ആരോട് പറയണം? അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. പഠിപ്പിച്ചിട്ടുണ്ടോ? പഠിപ്പിച്ചിട്ടുണ്ടോ? എത്ര വചനങ്ങൾ അറിയാം? എത്ര ബൈബിൾ വചനങ്ങൾ അറിയാം? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളിലൂടെ എത്ര വചനങ്ങൾ പഠിച്ചിട്ടുണ്ട്? നന്മയുണ്ടാകാൻ ദൈവത്തിന്റെ വചനം പറയുകയാണ്. ദൈവത്തിന്റെ വചനം ജാഗരൂകതയോടെ നിന്റെ കുഞ്ഞുങ്ങളെ കേൾപ്പിക്കണമെന്നല്ല, പഠിപ്പിക്കണം. പഠിപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയാണ് നമ്മളൊക്കെ പരാജയപ്പെട്ടത്. ഇവിടെ പരാജയപ്പെട്ടത് കൊണ്ടാണ് ജീവിതത്തിൽ പരാജയപ്പെട്ടത്. ഇവിടെ പരാജയപ്പെട്ടത് കൊണ്ടാണ് പലരും പെട്ടുപോയത്. ദൈവവചനം നമ്മൾ പഠിപ്പിക്കണം, മക്കളെ പഠിപ്പിക്കണം. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം നോക്കൂ. നമ്മൾ ചിന്തിക്കും, ചില ആൾക്കാരൊക്കെ പറയും, നീ എപ്പോ നോക്കിയാലും ഈ വചനം കേട്ട് നടക്കുവാണെങ്കിൽ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അടുത്ത വാക്യം ശ്രദ്ധിക്കണേ. വീട്ടിലായിരിക്കുമ്പോഴും, വീട്ടിൽ ആയിരിക്കുമ്പോഴും, യാത്ര ചെയ്യുമ്പോഴും, എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴും, കിടക്കുമ്പോഴും, കിടക്കുമ്പോഴും, പിന്നെയോ എഴുന്നേൽക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി
സംസാരിക്കണം. ഈ ആരെ പറ്റി സംസാരിക്കണം? അപ്പുറത്തെ വീട്ടിലെ വിശേഷങ്ങളല്ല സംസാരിക്കേണ്ടത്. അപ്പുറത്തെ ആളെ പോലീസ് പിടിച്ചു അതല്ല സംസാരിക്കേണ്ടത്. അപ്പുറത്തെ കൊച്ചിന് ഏതോ ഒരു പ്രശ്നമുണ്ട്, അവൻ എന്തോ ഒരു കുഴപ്പമുണ്ട്, അതല്ല സംസാരിക്കേണ്ടത്. നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വൈറലായ വീഡിയോയെ കുറിച്ചല്ല സംസാരിക്കേണ്ടത്. ഒരാൾ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ സംസാരിക്കുന്നത് അന്നേ ദിവസം വൈറലാകുന്ന വീഡിയോയെ കുറിച്ചാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ വാർത്ത വയ്ക്കുമ്പോൾ കാണും ഇന്നയാളെ പോലീസ് പിടിച്ചു, ഇന്ന സ്ഥലത്ത് വലിയ പ്രശ്നമുണ്ട്, അതാ ഞങ്ങളുടെ വീട്ടിലെ സംസാരം. അത് സംസാരിക്കേണ്ടത് ഞാൻ പറയില്ല. പക്ഷെ ബൈബിൾ പറയുന്നു ദൈവത്തിന്റെ വചനം നിങ്ങളുടെ വീട്ടിൽ സംസാരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ഈ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ സംസാരിക്കണം. ഇതെന്റെ കണ്ടുപിടുത്തമല്ല, ഇത് ദൈവത്തിന്റെ വചനത്തിൽ അതുപോലെ എഴുതിയിരിക്കുന്നു. ഞാനൊന്നും പ്രസംഗത്തിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ എഴുതിയിരിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഈ വചനത്തെ പറ്റി നിങ്ങൾ സംസാരിക്കണം. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ചിലരൊക്കെ പറയുന്നു ആൾക്ക് ഭക്തി കൂടി ഭ്രാന്തായതാണെന്ന് പോലും. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ ചിലർ പറയും നിനക്കെന്താ ഭ്രാന്താണോ? എന്താണ് സുഹൃത്ത് ഇത് എന്ന് ചോദിക്കും. ഭ്രാന്തല്ല, ദൈവവചനം പറയുവാണ് നീ അതിനെപ്പറ്റി സംസാരിക്കണം, നീ അതിനെക്കുറിച്ച് പഠിപ്പിക്കണം, മക്കളെ പഠിപ്പിക്കണം. അടുത്തതോ 8ാമത്തെ വാക്യം, അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടയുമായും അണിയണം. നെറ്റിത്തടത്തിൽ ഒരു പട്ടമായും. എന്ത് പ്രാധാന്യമാ കൊടുത്തേ നോക്കൂ. സൈഡിൽ എവിടെയെങ്കിലും ഒരു കവറൊക്കെ ഇട്ട് സൈഡിൽ ഒതുക്കി വെക്കണമെന്നാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു അലമാരയിൽ 2 പൂക്കളൊക്കെ വെച്ച് തിരിയൊക്കെ കത്തിച്ച് അവിടെ വെക്കണമെന്നാണ് പറഞ്ഞത്. ഇത് കയ്യിൽ അടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും ഒക്കെ ഉപയോഗിക്കണം. പിന്നെയോ അവ നിങ്ങളുടെ വീടിന്റെ കട്ടിടകാലിൽ മേലും പടിവാതിൽ മേലും എഴുതി വെക്കണം. ദൈവവചനം എഴുതി വെക്കണം, പഠിപ്പിക്കണം, മക്കളെ പഠിപ്പിക്കണം. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇവിടെ പരാജയപ്പെട്ടത് കൊണ്ടല്ലേ നമ്മൾ പലരും പരാജയപ്പെട്ടു പോയത്. ഒരു പരിധി വരെ എവിടെയോ സത്യമുണ്ട്. നമ്മൾ നാമമാത്രമായ ക്രിസ്ത്യാനികളാണ്, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. അക്രൈസ്തവനായ ഒരാൾ ചോദിച്ചു, അയാളൊരു ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ആളാണ്, അദ്ദേഹം ഡോക്ടറുമാണ്, 28 വയസ്സ് ഏകദേശം പ്രായമുള്ളൂ. അദ്ദേഹം ചോദിക്കുവാണ്, അല്ല അച്ഛാ വിഷമം തോന്നരുത്, നിങ്ങളുടെ ബൈബിൾ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്ത് നല്ലൊരു ബൈബിളാണ് നിങ്ങളുടെ പുസ്തകം, ഇത്രയും നല്ലൊരു ദൈവം നിങ്ങൾക്കുണ്ടല്ലേ, ഇത്രയും നല്ല വചനങ്ങൾ നിങ്ങൾക്കുണ്ടല്ലേ, എന്നിട്ട് നിങ്ങൾ എന്താണ് ഫാദർ അനുഗ്രഹം പ്രാപിക്കാത്തതെന്ന്. നിങ്ങളെന്ന് പറഞ്ഞാൽ സമുദായത്തോട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ക്രിസ്ത്യാനികൾ എന്തുകൊണ്ടാണ് ഇത്രയും നല്ലൊരു ബൈബിളും ഇത്രയും നല്ല ദൈവവും ഉണ്ടായിട്ട് അനുഗ്രഹം പ്രാപിക്കാത്തതെന്ന്. ഈ വചനമാണ് ഒരാളുടെ അനുഗ്രഹത്തിന്റെ കവാടം. അനുഗ്രഹത്തിന്റെ ദൈവാനുഗ്രഹം, ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ കരങ്ങളിൽ ഈ അനുഗ്രഹം ജനിക്കും. ദൈവത്തിൽ ആശ്രയിക്കാത്തവന്റെ കരങ്ങളിൽ നിന്ന് ഈ അനുഗ്രഹം പാടെ തകർന്നു പോകും. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ തിളക്കം നഷ്ടപ്പെട്ടു പോകും. എന്നിട്ട് ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും, എനിക്കെന്തോ ഭാഗ്യക്കുറവാണ്, എന്തോ ദോഷമുണ്ട്, എന്റെ വീട്ടിലാരോ ഗൂഢോത്രം ചെയ്തതാണ്, എന്തോ മന്ത്രവാദം ചെയ്ത് കിടക്കുക. അല്ല, നിനക്ക് ദൈവവചനം അറിയാമോ? ദൈവവചനം അറിയുന്ന ഒരാൾ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിച്ചു കൊണ്ടിരിക്കും, അയാൾ വളർന്നുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള അനുഗ്രഹത്തെ കുറിച്ച്? ഈ വചനം അനുഗ്രഹത്തിന്റെ താക്കോലാണ്. ഇത് എല്ലാ ദിവസവും രാവിലെ വായിക്കണം, എന്നിട്ട് ആ വചനത്തിൽ ജീവിതത്തെ സമർപ്പിക്കണം. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതം മാറുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം. ഒരമ്മ എൻ്റെ കയ്യിൽ എഴുതി തന്ന ഒരു കടലാസിൽ, ഒരു പേപ്പറിൽ എഴുതി തന്നിരിക്കുകയാണ്, എൻ്റെ മകളുടെ വിവാഹമോചനം കോടതിയിൽ നിന്ന് എത്രയും വേഗം കിട്ടുവാൻ അച്ഛൻ പ്രാർത്ഥിക്കണം. അതാണ് നിയോഗം. എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടണമെന്നാണ് നിയോഗം. എത്രയും പെട്ടെന്ന് വിവാഹമോചനം നടക്കണമെന്ന് സത്യസന്ധമായിട്ട് പറയാം. ഇന്ന് ആ പ്രാർത്ഥിച്ച ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത്, വിവാഹമോചനം വേണമെന്ന് പ്രാർത്ഥിച്ചത്, ഇന്ന് അവർ കുടുംബത്തിൽ സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട്. എന്നാ സംഭവം ചോദിച്ചാൽ എനിക്കത് കോമഡിയായിട്ട് തോന്നി. അപ്പോൾ അമ്മ പറയാണ്, ചേരത്തില്ല, ഒരുമിച്ച് പോകത്തില്ല, അതാണ് പ്രശ്നം, ഇങ്ങനെയാണ് പ്രശ്നം. രണ്ടുപേരും 2 സ്ഥലത്താണ് താമസിക്കുന്നത്. ഈ സംഭവം കോടതിയിൽ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് അതിന്റെ അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നത് പോലും.
കൗൺസിലിംഗ് ഒക്കെ ഒരുപാട് കഴിഞ്ഞു. അമ്മ പറയുന്നു ശരിയാവുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രാർത്ഥനാ നിയോഗം എഴുതി തരുന്നു. വിവാഹമോചനം എത്രയും പെട്ടെന്ന് കിട്ടണം, സഭയുടെ ഇതിൽ നിന്നും കോടതിയിൽ നിന്നും കിട്ടണം, എന്നിട്ട് അവൾ വേറെ കെട്ടിച്ചു വിടണം. അതിനിടയിൽ ഒരു അത്ഭുതം നടന്നു. ഒരു ദിവസം ഈ പിരിഞ്ഞിരുന്ന ഭർത്താവ് ഇവൾക്കൊരു മെസ്സേജ് അയച്ചു. വാട്സപ്പിൽ ഒരു മെസ്സേജ്, എനിക്ക് നിന്നോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, ഒരു സമയം തരാമോ? വളരെ പാവം പോലെ ഒരു മെസ്സേജ് അയച്ചു. ഉടനെ ഈ വ്യക്തിയുടെ മനസ്സിലൊക്കെ ഭയങ്കര മാറ്റം. ഉടനെ വീട്ടിൽ ആരും അറിയാതെ തിരിച്ചൊരു മെസ്സേജ് അയച്ചു, ഞാൻ ഇന്ന സ്ഥലത്ത് വരാം, സംസാരിക്കാം. അത് തെരഞ്ഞെടുത്തത് ഒരു പള്ളിയുടെ മുറ്റമാണ്. ഒരു പള്ളിയുടെ മുറ്റം, പള്ളി അടച്ചിട്ടിരിക്കുകയാണ്. അവരവിടെ ഒരു മരത്തിന്റെ ചോട്ടിൽ നിന്ന് കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് അവർ അവിടെ നിന്നൊരു തീരുമാനം എടുക്കുകയാണ്, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. പോയതൊക്കെ പോട്ടെ. എങ്ങനെ ഈ അനുഭവം നടന്നത്? ആരും തലേ കൈവച്ച് പ്രാർത്ഥിച്ചില്ല, ഒരു കൗൺസിലിംഗ് പ്രത്യേകമായിട്ട് പോയില്ല. എങ്ങനെയാ മനസ്സിൽ മാറ്റം ഉണ്ടായത്? ഇന്ന് എന്തായാലും ദൈവകൃപയിൽ അവർ രണ്ടുപേരും സുഖമായിട്ട് ജീവിക്കുക. ഇന്നും എന്റെ അടുത്ത് ആ കടലാസ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അമ്മ എഴുതി തന്നത് വിവാഹമോചനം എത്രയും പെട്ടെന്ന് കിട്ടണമെന്ന് പറഞ്ഞ കടലാസ്. കേസ് പിൻവലിച്ചു, സമാധാനമായിട്ട് ജീവിക്കുന്നു. ആരും പ്രതീക്ഷിച്ചില്ല ഈ കുടുംബത്തിൽ നന്മയുണ്ടാകുമെന്ന്. ദൈവത്തിലും ദൈവവചനത്തിലും ജീവിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിൽ ഓരോ അനുഗ്രഹങ്ങൾ വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിന്നിലുള്ള ബന്ധനങ്ങളോ അത് പഴകിയ ക്ഷണനൂൽ പോലെ പൊട്ടി പോയിക്കൊണ്ടേയിരിക്കും. അതിന് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, പിശാചേ പോ അങ്ങനെ പറഞ്ഞിട്ട് ഇതുവരെയും ഒരു പിശാച് പോയിട്ടില്ല. ഇരുട്ടേ പോ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കിടന്ന് ബഹളം വെച്ചാൽ ഇരുട്ട് പോകുമോ? ഇരുട്ട് പോകണമെങ്കിൽ ഞാൻ കൈ നീട്ടി ആ സ്വിച്ച് ഇട്ടാൽ മതി. അവിടെ എല്ലാം സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് പോയിട്ട് ഇവിടെ കിടന്ന് ബഹളം വെക്കാതെ നിന്റെ കൈയെത്തുന്ന ദൂരത്ത് പല സ്വിച്ചുകളുമുണ്ട്. നിന്റെ കയ്യിലിരിക്കുന്ന, എന്റെ കയ്യിലിരിക്കുന്ന വചനം ഏതു തിന്മകളെയും മാറ്റിപ്പായിക്കാൻ കഴിവുള്ള സ്വിച്ചാണ്. ആദ്യത്തില്ല, അത് ഓൺ ചെയ്യത്തില്ല. എന്നിട്ട് ഇവിടെ കിടന്ന് പിശാചേ പോ, ബന്ധനം പോട്ടെ, പ്രശ്നം പോട്ടെ, അത് പോട്ടെ, ഇത് പോട്ടെ എന്ന് ബഹളം വെച്ചാൽ, ഒച്ച വെച്ചാൽ ഇരുട്ട് പോകില്ല. വെളിച്ചം വരുമ്പോഴേ ഇരുട്ട് പോകുള്ളൂ. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്. ഇവിടെ ഭയങ്കര ഇരുട്ടാണ്. നമ്മളെല്ലാം ഇവിടെ കിടന്ന് ഈ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് ഭയങ്കര ഇരുട്ടാണ്. ഇവിടെ കിടന്ന് ഞാൻ പറയാണ്, വെളിച്ചം വരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ വെളിച്ചം വരുമോ? വെളിച്ചം വരണമെങ്കിൽ അതിന് ഉത്തരവാദപ്പെട്ട ആളുകൾ അതിന്റെ ജനറേറ്റർ അടിക്കുകയോ സ്വിച്ച് ഓൺ ചെയ്യുകയോ ചെയ്യുമ്പോൾ വെളിച്ചം വരും. അതുപോലെ ഓൺ ചെയ്യേണ്ട സ്വിച്ചാണ് നിങ്ങളുടെ കൈകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനം. അത് ഓൺ ചെയ്യുമ്പോൾ ഇരുട്ടിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, ഒരു അന്ധകാര ശക്തിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. തന്നെ അതിന്റെ ശക്തി കെട്ടുപോകും, നിർവീര്യമായി പോകും. തിന്മയുടെ ശക്തിക്ക് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹം നമുക്കൊന്നൊരു നിമിഷം പ്രാർത്ഥിച്ചു നേടിയെടുക്കാം. ദൈവത്തിന്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ വരണം, എൻ്റെ കുടുംബത്തിൽ വരണം, എൻ്റെ മക്കളിൽ വരണം. ദൈവത്തിന്റെ അനുഗ്രഹം ഒരാശയമായി, ഒരു നല്ല വാക്കായി മാത്രം കേട്ടാൽ പോരാ, അതെന്റെ ജീവിതത്തിലേക്ക് വരണം. കണ്ണുകൾ നടച്ച് ഞാൻ ആ സോപ്പ് കമ്പനിയുടെ കാര്യം പറഞ്ഞില്ലേ, അപ്പുറത്തെ മതിലിന്റെ അപ്പുറത്ത് കുളിക്കുന്ന സോപ്പ് ഇഷ്ടംപോലെ ഉണ്ടാക്കുന്ന വലിയ കമ്പനിയാണ്. ലോഡ് കണക്കിന് സോപ്പാണ് ഇവിടുന്ന് കയറി പോകുന്നത്. പക്ഷെ അതിന്റെ മുമ്പിലിരിക്കുന്ന ഭിക്ഷക്കാർക്ക് അവർക്ക് ഒരു മാറ്റമില്ല. അതേപോലെ വീണ്ടും ഇരിക്കുന്നു. അവർ കുളിച്ചിട്ടില്ല, അവരുടെ വസ്ത്രം കഴുകിയിട്ടില്ല, അവർ നന്നായി തലപിടിച്ചിട്ടില്ല, അവരുടെ ദേഹത്ത് കൊട്ടപ്പെട്ട് ചെളിയിരിക്കുന്നു. ചെളി മാറണമെങ്കിൽ സോപ്പ് കമ്പനിയുടെ മുമ്പിൽ ഇരുന്നാൽ പോരാ, അതിലൊരു സോപ്പ് എടുത്ത് ഉപയോഗിക്കുമ്പോഴേ ജീവിതത്തിൽ ചെളി പോകത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ എത്ര വചനം കേട്ടു, എത്ര നല്ല പ്രസംഗം കേട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, എത്ര വചനങ്ങൾ വിശ്വാസത്തിൽ ഞാൻ എടുക്കുന്നു, എത്ര പേർ അത് ഞാൻ
ഗുരുത്വം, ദൈവാനുഗ്രഹം അത് വിജയത്തിൻ്റെ ഒരു അടിസ്ഥാനമാണ്. നമ്മുടെ ജീവിതത്തിന്, ഭവനത്തിന്, തലമുറകളിലെല്ലാം അത് വേണം. ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ വരുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. നിനക്ക് നന്മയുണ്ടാകണമോ? എൻ്റെ വചനങ്ങൾ ഇതുപോലൊക്കെ വായിച്ച് പഠിച്ച് ഉൾക്കൊള്ളണം. അപ്പോൾ ആ വചനത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ അരിച്ചരിച്ചറിയിച്ചേക്കും. ആ വചനം നിങ്ങളിൽ, ആ വചനത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ ഇറങ്ങിച്ചേരും. അതിനെല്ലാം നന്മകളും ഉണ്ടാകട്ടെ. ആമേൻ. ഇരിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടെ ഈ വചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. കാരണം ഈ വചനം നിങ്ങൾക്ക് പ്രയോജനപ്പെടും, ഉപകാരപ്പെടും. ഇന്ന് കേട്ട വചനങ്ങളൊന്നും ഒരുപാടൊന്നുമില്ല, കുറച്ച് ഭാഗമുള്ളൂ. മറന്നു പോകാതെ അത് നിങ്ങളുടെ ബൈബിളിലൊക്കെ ഇത് വരച്ചു വയ്ക്കണം. എന്നിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇത് പഠിപ്പിക്കണം, പറഞ്ഞു കൊടുക്കണം. ഈ രാവിലെ പ്രാർത്ഥിക്കുന്നത് ഒരുപാട് അനുഗ്രഹമാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് പലപ്പോഴും ഒരാൾ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞും വഴക്കുണ്ടാക്കിയൊക്കെ ചിലപ്പോൾ എഴുന്നേറ്റ് വരും. നമ്മൾ എഴുന്നേൽക്കുന്ന പാടെ നമ്മൾ നോക്കുന്നത് എന്തായിരിക്കും? പതുക്കെ കണ്ണ് തുറക്കുമ്പോഴേ നമ്മൾ കണ്ണ് തുറക്കുന്നതിന് മുമ്പ് നമ്മൾ തപ്പിയെടുക്കുന്നത് എന്തായിരിക്കും? ഫോൺ എവിടെയാണ്? എന്നിട്ട് നമ്മൾ ആ ഇരുണ്ട വെളിച്ചത്തിൽ പതുക്കെ കണ്ണ് ആരുടെ മെസ്സേജ് അയച്ചതല്ലേ നമ്മൾ, ആരൊക്കെ മെസ്സേജ്, ആരൊക്കെ ആ പുതപ്പിനടിയിൽ നമ്മൾ റിപ്ലൈ അയക്കാൻ തുടങ്ങും. ഗുഡ് മോർണിംഗ്, ഹായ്, ഹോ എന്നൊക്കെ വിടും. എന്നാൽ രാവിലെ എഴുന്നേൽക്കുന്ന പാടെ ഒന്ന് മനസ്സുകൊണ്ട് ഒരുങ്ങിയിട്ട് ഒരു വചനം ജീവിതത്തിൽ കേട്ട് ആ വചനം ജീവിതത്തോട് ചേർത്ത് വെച്ച് ആരംഭിച്ചു നോക്കുക. ജീവിതം പൈസ ചെലവുള്ള ഒരു കാര്യമല്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ശരീരത്തിന് ബലം, മനസ്സിന് പ്രതീക്ഷ, എന്തെന്നില്ലാത്തൊരു സന്തോഷം, എല്ലാത്തിനും ഒരു മാറ്റം വരുന്നത് പോലെ അതാ ദൈവവചനത്തിൻ്റെ അനുഗ്രഹം നിന്നിൽ പതുക്കെ വന്നു ചേരുന്നതാണ്. അരിച്ചരിച്ചരിച്ചിറങ്ങി വരുന്നതാണ്. ഹല്ലേലൂയ. ഞാൻ ബൈബിളിലെ ഒരു വാക്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ വർഷങ്ങളായി ഈ ഹെഡിങ് ഇങ്ങനെ ആയതുകൊണ്ട് ഇത് വായിക്കത്തില്ലായിരുന്നു. എൻ്റെ ഹെഡിങ് എന്നാണെന്നറിയാമോ? അനുഭവിക്കാത്ത നഗരം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 10-ാമത്തെ വാക്യം. കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്നു എന്നാണ്. എങ്ങനത്തെ സ്ത്രീയെ? പുള്ളിയുടെ പുറത്തൊരു കൂന്. ഞാൻ പല സ്ഥലത്തും ഇതുപോലുള്ള വലിയ സദസ്സൊന്നും അല്ലെങ്കിലും ചെറിയ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് എവിടെയും നടുവേദനയുള്ളവരെ കണ്ടിട്ടുണ്ട്, ബെൽറ്റ് ധരിച്ചവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ശരീരത്തിന്റെ പുറത്ത് വലിയ കൂനുള്ളവരെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചിന്തിച്ച കാര്യം ചുമ്മാ നിങ്ങളോട് പറയാം. പണ്ടെങ്ങാണ്ടൊരു വ്യക്തിക്ക് കൂനുണ്ടെന്ന് വിചാരിച്ച് ഞാനിപ്പം ഈ വചനം വായിക്കേണ്ട ഒരു കാര്യം എനിക്ക് എന്തായാലും കൂനില്ല. പിന്നെ ഞാനിതിനിത് വായിക്കണം. ഞാനിത് വായിക്കത്തില്ലായിരുന്നു, കേട്ടിട്ടുണ്ട്, പക്ഷെ ചിന്തിക്കത്തില്ലായിരുന്നു. കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുന്നു, അത് വിടും. കടുകുമണിയും പുളിപ്പാവും, അത് ചിലപ്പോൾ വായിക്കും. ഇടുങ്ങിയ വാതിൽ, അതും വായിക്കും. കൂനുള്ള സ്ത്രീ. പക്ഷെ അത് വായിച്ചപ്പോഴാണ് മനസ്സിലായത് എനിക്കും കൂനുണ്ടെന്ന്. പലർക്കും കൂനുണ്ട്. കൂനുള്ളവരാ നമ്മൾ പലരും. അതിന് നമ്മൾ ഇന്ന് പറയുന്നത് വേറൊരു വാക്കാണ്. എന്തായാലും പറയുന്നറിയോ? ആൾക്ക് ഭയങ്കര കോംപ്ലക്സ് ആണ്. എല്ലാവർക്കും ഉണ്ട് എന്തൊക്കെയോ കോംപ്ലക്സ്. എനിക്കും ഉണ്ട് കോംപ്ലക്സ്. 10 പേര് കൂടുതൽ വരുമ്പോൾ പുറകോട്ട് മാറും. നീ എന്തിനാണ് പുറകോട്ട് പോയത്? അല്ല, എന്താ ഞാനിതിനാ മുന്നിൽ നിൽക്കുന്നത്? അതിന്റെ പേരാണ് കോംപ്ലക്സ്. നീ എന്തിനാണ് നാണം കിടുന്നത്? എന്തോ ഒരു ചമ്മല് പോലെ, അതിന്റെ പേരാണ് കോംപ്ലക്സ്. നമ്മളതിന് ഇംഗ്ലീഷ് പേരിട്ടത് കൊണ്ടാണ് നമുക്ക് ഇല്ലെന്ന് വിചാരിച്ചത്. നമ്മൾ പറയില്ല ആൾക്ക് ഭയങ്കര കോംപ്ലക്സ് ഉള്ള ആളാണ്, പുള്ളി പെട്ടെന്ന് ഡൗൺ ആകും, പെട്ടെന്ന് ചിരിക്കും, പെട്ടെന്ന് കരയും. ഒരു ചെറിയ വിഷമം വന്നപ്പോഴേക്കും ദേ കിടക്കുന്ന വാതിലടച്ച് പുള്ളി അകത്ത് കയറിയിരിക്കുകയാണ്, മണിക്കൂറായിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. എന്താണ് കാരണം? ആൾക്ക് മനസ്സിൽ നല്ല വേദനയുള്ള ആളാണെന്ന് അതിന്റെ അർത്ഥം. നമ്മൾ പറയും, നമ്മളതിനെ വിമർശിച്ച് പറയും, അയാളോടൊന്നും പറയാൻ കൊള്ളില്ല. പെട്ടെന്ന് ഫീൽ ചെയ്യും.
അങ്ങനെ പറഞ്ഞ് തരം താഴ്ത്തരുത്. അയാൾ ജനിച്ച് ജീവിച്ചു വന്ന കാലഘട്ടത്തിൽ ഉണ്ടായ മുറിവുകളാണ്, ഉണങ്ങിയിട്ടില്ല മുറിവൊന്നും. അതുകൊണ്ടാണ് കുഞ്ഞൊരു വിഷമം വരുമ്പോഴേ പെട്ടെന്ന് അയാൾക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളൊരു ഇംഗ്ലീഷ് വാക്കൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ സംസാരിക്കും. ആൾക്ക് ഭയങ്കര കോംപ്ലക്സ് ആണ്, അയാൾക്ക് മിണ്ടാൻ കൊള്ളില്ല, പെട്ടെന്ന് അയാൾക്ക് വിഷമം വരും. എല്ലാവർക്കും ഉണ്ടേത്. അതെല്ലാം കൂടിയതാണ് നമ്മുടെ ജീവിതവും. കൂനുള്ളൊരു സ്ത്രീ എന്താണെന്ന് വായിച്ച് കേൾക്കാം. ഒരു സാപത്തിൽ അവൻ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. ഏകദേശം ഇതുപോലെയുള്ള ഒരു സാഹചര്യം തന്നെയാണ്. ഒരു സാപത്തിൽ ഒരു സിനഗോഗിൽ, ഒരു പള്ളിയിൽ യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഇതുപോലത്തെ തന്നെ ഒരു അന്തരീക്ഷം. കുറെ പേരെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് യേശു. ആ കൂട്ടത്തിൽ ഒരാൾ അവിടെ കയറി വന്നു. 11-ാമത്തെ വാക്യം. 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം. എനിക്ക് ഈ വാക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരു ഞാനുണ്ട് അതിനകത്ത്. ഞാൻ പറഞ്ഞ എല്ലാ വചനത്തിനകത്തും ഒരു ഞാനുമുണ്ട്, ഒരു ഞാനുമുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, നിവർന്നു നിൽക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. എല്ലാവരുടെയും മുമ്പിൽ സന്തോഷത്തോടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്തോ പറ്റുന്നില്ല. എല്ലാവരുടെ മുമ്പിലും അതുപോലൊക്കെ സംസാരിച്ച് അങ്ങ് നിൽക്കണമെന്ന്, പെരുമാറണമെന്ന് ആഗ്രഹമുണ്ട്, എന്തോ പറ്റുന്നില്ലെന്ന്, സാധിക്കുന്നില്ല ആൾക്ക്. ഇതാണ് അവസ്ഥ. അങ്ങനെ ഒരു വ്യക്തി ആ സിനഗോഗിൽ, ആ പള്ളിക്കകത്തോട്ട് കയറി വന്നു. എത്ര വർഷമായി പുള്ളി കൂരി നിൽക്കുന്നു? 1-2 വർഷമല്ല, എത്ര വർഷമാണ്? 18 വർഷം. നല്ല ഒരു കാലം മുഴുവൻ മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ ഈ വ്യക്തിക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. 18 വർഷവും കൂടുതലായി കണ്ടത് മനുഷ്യരുടെ കാലുകളാണ്. കൂരി നിൽക്കുന്നവരെപ്പം നോക്കിയാലും മനുഷ്യന്റെ കാല് മാത്രമേ കാണുള്ളൂ, കാലും ചെരുപ്പൊക്കെ. അപ്പുറത്തെയാളുടെ മുഖം കാണണമെങ്കിൽ വലിയ പാടാണ് നേരെ നിൽക്കാൻ. കാരണം മുതുകത്തൊരു വലിയ മുഴയിരിക്കല്ലേ. നേരെ നിൽക്കണമെന്നും ഈ വ്യക്തിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു? ആ സിനഗോഗിൽ, ആ പള്ളിക്കകത്തുണ്ടായിരുന്നു. ഇതിനകത്തുകൊണ്ട് മനസ്സ് വിഷമം കൊണ്ട് കൂനിയിരിക്കുന്നവർ, ശരീരമല്ല മനസ്സ്. എങ്ങനെ അറിഞ്ഞു? അതറിയാൻ പറ്റും. അതിലൂടെ പോയവർക്കൊക്കെ അറിയാൻ പറ്റും. അല്ലെങ്കിൽ പലരും ഇവിടെ വരില്ലായിരുന്നു. എവിടെയൊക്കെയോ പല വിഷമങ്ങൾ, നമുക്ക് മാത്രം അറിയാവുന്ന സങ്കടങ്ങൾ നമ്മൾ ചുമന്നുകൊണ്ടാണ് നടക്കുന്നത്. ആർക്കും അറിയാത്ത, നമുക്ക് മാത്രം അറിയാവുന്ന കുറെ സങ്കടങ്ങൾ, നമ്മളുടെ മനസ്സിനേറ്റ കുറെ മുറിവുകൾ, അവഗണിച്ച് അവഗണന, കേട്ട കുറെ ഇല്ലാ കഥകൾ, നമ്മളെ പലരുടെ മുമ്പിലും നാണം കെടുത്തി. അങ്ങനെ ആരെങ്കിലും മനസ്സ് വിഷമിക്കുന്നുണ്ടോ? എവിടെയെങ്കിലും നാണം കെട്ടിട്ടുണ്ടോ? നിങ്ങൾ നാണം കെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു കാര്യം പറയാം, ഏറ്റവും കൂടുതൽ നാണം കെട്ട ആളാണ് യേശു. ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടു പോയ, എല്ലാവരും നാണം കെടുത്തിയ ഒരാൾ. യേശുവിനെ വസ്ത്രം കീറി, യേശുവിനെ അന്നത്തെ രാജാവ് ഒരു വലിയ പീഠത്തിന്മേൽ കയറ്റി നിർത്തി. എന്നിട്ട് അന്നത്തെ രാജാവ് ചോദിച്ചു, ഇവരെ വിട്ടയക്കണോ അതോ ജയിലിൽ കൊലക്കുറ്റത്തിന് കിടന്ന ബറാബാസിനെ വിട്ടുതരണോ എന്ന് ചോദിച്ചപ്പോൾ, ആ ഫിലിമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അവിടെ നിന്നിരുന്ന ജനങ്ങൾ മുഴുവൻ ആരുടെ പേരാ വിളിച്ചു പറഞ്ഞത്? 5 അപ്പം 5000 പേർക്ക് കൊടുത്ത ആളായി നിൽക്കുന്നത്. ആ അപ്പം ഭക്ഷിച്ച് തൃപ്തിയായി പോയ പലരും, ആ പല ആളുകളും അവിടെ ഉണ്ട്. ആർക്കും വേണ്ടാത്ത കുഷ്ഠരോഗിയെ ചേർത്ത് പിടിച്ച് ആളായി നിൽക്കുന്നത്. കാനായിലെ കുടുംബത്തിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി കൊടുത്ത ആ കുടുംബത്തെ രക്ഷിച്ചതാണ്. ആ കല്യാണ വീട്ടിലുള്ള പലരും ഇന്ന് അവിടെ നിൽപ്പുണ്ട്. ഒരെണ്ണം വിളിച്ചു പറഞ്ഞില്ല യേശുവിനെ വേണമെന്ന്. എല്ലാ ആളുകളും വിളിച്ചു പറഞ്ഞു, പുള്ളിയെ വേണ്ട, ബറാബാസിനെ മതി എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ യേശു ഏറ്റവും കൂടുതൽ അനുഭവിച്ചൊരു വേദനയാണ് അവഗണനയുടെ വേദന, ഒറ്റപ്പെടലിന്റെ വേദന. ഇയാളെ ആർക്കും വേണ്ടത് വേണ്ട, ബറാബാസിനെ മതി, ജയിലിൽ കിടക്കുന്ന ജയിൽ പുള്ളി ആയിട്ടുള്ള ബറാബാസിനെ മതി, പുള്ളി വിട്ടയക്കാനാണ് പറയുന്നത്. വലിയ അവഗണന. അത്രയൊന്നും വേദനയും നമ്മൾ അനുഭവിച്ചിട്ടില്ല. നമ്മുടെ അവഗണന ഇത്രേ ഉള്ളൂ. അപ്പുറത്തെ പുള്ളി ചിരിച്ചില്ല, ഇപ്പുറത്തെ പുള്ളി മൈൻഡ് ചെയ്തില്ല. ആ പുള്ളി എന്നെ നോക്കിയതാണോ പറഞ്ഞ പോലെ എനിക്ക് തോന്നി. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടേത്. നമ്മുടെയൊക്കെ വേദന ചെറുതാണ്, പക്ഷെ നമുക്കത് വലുതാണ്. കാലിൽ ഒരു മുള്ളു കൊള്ളുമ്പോൾ കാലിന് മാത്രമേ വേദനയുള്ളൂ. കയ്യിൽ കത്തി കൊണ്ട് മുറിഞ്ഞാൽ കൈവിരലിന് മാത്രമേ വേദനയുള്ളൂ.
എന്നാൽ മനസ്സ് മുറിഞ്ഞാൽ ശരീരം മൊത്തത്തിൽ വേദനയാണ്. ശരീരം മുഴുവനാ വേദനിക്കുന്നത്. അവഗണന എന്ന ഒരു കാര്യം മനസ്സിൽ കൊള്ളുമ്പോൾ അത് കൈക്ക് മാത്രമല്ല വേദന, കാലിന് മാത്രമല്ല, ശരീരത്തിന് മുഴുവനോടെ വേദനയാണ്. അവഗണനയുടെ വേദന. ഇതാ ശരീരത്തിൽ കൂരുള്ള ഒരു സ്ത്രീ. ഇനി അടുത്ത വാക്യം, 12ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. യേശു അവളെ കണ്ടപ്പോൾ, അവിടെ നിർത്തിക്കേ, യേശു അവളെ കണ്ടു. അപ്പൊ അവിടെ വലിയ മിടുക്കന്മാരും മിടുക്കികളൊക്കെ സിനഗോഗിലുണ്ട്. അവരെ ആരെയും കണ്ടു എന്ന് പറഞ്ഞില്ലല്ലോ. വലിയ വലിയ കൊമ്പന്മാരും വലിയ വലിയ ആളുകളും വലിയ നേതാക്കന്മാരും അതിനകത്തുണ്ട്. അവരെ കണ്ടു എന്ന് എഴുതിയിട്ടില്ല. യേശു ആരെയാ കണ്ടത്? യേശു കണ്ടത് കൂനിയിരിക്കുന്ന ആ സ്ത്രീയെ യേശു കണ്ടു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ നിൽക്കുന്ന എനിക്ക് എന്തേലും വേദനയുണ്ടെങ്കിൽ നിങ്ങൾക്കറിയത്തില്ല, പുള്ളി നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയത്തുള്ളൂ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ വന്നത് ലക്ഷങ്ങൾ വിലയുള്ള കാറിലാണെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങളുടെ മനസ്സിന്റെ വേദന ഏതാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആരെ കുറിച്ചാണോ പ്രസംഗിക്കുന്നത് ആ യേശുവിനറിയാം. നിങ്ങളുടെ മനസ്സിന്റെ ആ വിങ്ങലുകൾ പോലും എവിടെയാ നിങ്ങൾ വേദനിക്കുന്നതെന്ന് യേശുവിനറിയാം. എവിടെയാ നിങ്ങൾ തകർന്നിരിക്കുന്നത് എന്ന് യേശുവിനറിയാം. എവിടെയാണ് നിങ്ങളുടെ ദുഃഖം? എവിടെയാ നിങ്ങളുടെ ഭയം? എവിടെയാ നിങ്ങളുടെ പേടി? നിങ്ങളെ യേശു കാണുന്നു. നിങ്ങളുടെ അവസ്ഥ യേശു കാണുന്നു. നിങ്ങളുടെ അവസ്ഥ യേശു അറിയുന്നു. യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചു പറഞ്ഞു. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ്. എന്ത് ചെയ്തു? യേശുവിന് വേണമെങ്കിൽ എന്നെ പോലെ ഇവിടെ നിന്നിട്ട് ആ കൂനുള്ള സ്ത്രീയെ അവിടെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ശുശ്രൂഷ ചെയ്യായിരുന്നു. പക്ഷെ ആ സ്ത്രീയെ എന്ത് ചെയ്തു? യേശു സ്നേഹത്തോടെ അടുത്തേക്ക് വിളിച്ചു. അപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ കൂടെ അവൾ വന്നത് എങ്ങനെയാണ്? നേരെയാണോ കൂനിയാണോ? എല്ലാവരുടെയും മുമ്പിൽ കൂനി നിൽക്കുന്ന ഒരവസ്ഥ. 18 വർഷത്തിനുള്ളിൽ ഏതെല്ലാം കല്യാണത്തിന് പോയിട്ടുണ്ടാകും? കല്യാണത്തിന് എങ്ങനെ പോയി? എല്ലാവരും നേരെ പോയപ്പോൾ ഈ വ്യക്തി മാത്രം കൂനിയും നിൽക്കുന്നു. ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ വിളിക്കുമോ ഇവരെ? ആരെങ്കിലും കൊണ്ട് കയറി നിൽക്കാൻ ഇവരെ പറയുമോ? എവിടെ ചെന്നാലും അവഗണന. പക്ഷെ യേശു ആ വ്യക്തിയെ മാറ്റി നിർത്തിയില്ല. നീ കൂനുള്ള ആളല്ല, അവിടെ ഇരിക്കുക. ഏറ്റവും കൂടുതൽ പൈസ ഇട്ടോ കയറി വരാനല്ല പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ഡൊണേഷൻ തന്നെയാണ് ഇവിടെ കയറി വാ എന്നല്ല പറഞ്ഞത്. കൂനുള്ള വ്യക്തി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ആ കൂനുള്ള വ്യക്തിയെ യേശു അടുത്തേക്ക് വിളിച്ചു. നിങ്ങൾ വേദനിക്കുന്നവരാണോ? ദൈവം നിങ്ങളെ അടുത്തേക്ക് വിളിച്ചത് കൊണ്ടാണ് ഈ ശബ്ദപരിധിക്കുള്ളിൽ നിങ്ങൾ വന്നതുപോലും. അല്ലെങ്കിൽ നിങ്ങൾ വരത്തില്ല. നിങ്ങളെ യേശു വിളിച്ചിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. കൂനുള്ള സ്ത്രീ, നമ്മുടെ മനസ്സ് ചിലപ്പോൾ കൂരിപ്പോയതാണ്. മനസ്സ്, നമുക്കൊക്കെ ഒരു കൂരുണ്ട്. അത് ഞാനൊരു വീട്ടിൽ പോയപ്പോൾ മനസ്സിലായി. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്, ഞാൻ വിചാരിച്ചു അയാളുടെ സംസാരമൊക്കെ കേട്ടപ്പോൾ നല്ല വീടൊക്കെ ഉണ്ടായിരിക്കുമെന്ന്. അവിടെ ചെന്നപ്പോൾ മൺകട്ടകൾ ഉണ്ടാക്കിയ വീടാണ്. ഇപ്പോഴും ഒരു പാവം പിടിച്ച മനുഷ്യൻ, 2 മക്കളുണ്ട്. അവർക്ക് ജോലിയൊക്കെ കിട്ടുമ്പോൾ വീടൊക്കെ ആകും ഭാവിയിൽ. പക്ഷെ ഇപ്പോൾ ആകെ ഒരു മുറിയും ഒരു ചെറിയ ഹാളും ഒരടുക്കളയും ഒരു തിണ്ണയും ഉൾക്കൊള്ളുന്ന ഒരു വീട്. അത്രയുള്ള വീട്. ആ വീട്ടിൽ ചെന്നപ്പോൾ അയാളുടെ ഭാര്യ എന്നോട് മിണ്ടിയില്ല. അയാളുടെ ഭാര്യയ്ക്ക് എന്നോടൊന്നും ഒരു പിണക്കുള്ളത് പോലെ. ഞാൻ ആ വ്യക്തിയുടെ പേര് വിളിച്ചിട്ട് ചോദിച്ചു, തങ്കച്ചേട്ടാ, ഞാൻ വീട്ടിൽ വന്നത് നിങ്ങളുടെ വൈഫിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അവര് ഒന്നും മിണ്ടി പോലും ഇല്ലല്ലോ എന്ന് ഞാൻ ചുമ്മാ സൗഹൃദത്തിന്റെ പേര് ചോദിച്ചപ്പോൾ പറഞ്ഞു, അച്ചോ, എന്റെ വീട്ടിലേക്ക് ആരെങ്കിലും വന്നാൽ എന്റെ ഭാര്യ പിന്നെ അടുക്കള എന്ന് പുറത്തിറങ്ങില്ല. എന്തു പറ്റി? അല്ല, അച്ഛൻ ശ്രദ്ധിച്ചോ, അവിടെ എല്ലാവർക്കും നല്ല വീടാ. ഞങ്ങളുടെ വീട് മാത്രമാണ് ഈ മൺകട്ട. ഇവിടെ ശരിക്കും ഒരു കാറ്റും മഴയും വന്ന് എറിച്ചിലടിച്ചാൽ തന്നെ ഈ പെര വീണു പോകും. ഇവിടെ നല്ലൊരു ടോയ്ലറ്റ് ഇല്ല. ഇവിടെ വരുന്നവർ എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞാൽ പോയിക്കോളൂ എന്ന് പറഞ്ഞ് കാട്ടിക്കൊടുക്കാൻ കൊള്ളാമെന്നൊരു ബാത്റൂം സൗകര്യമില്ല. അപ്പോൾ എന്റെ വൈഫിനോട് പറയും, ദയവ് ചെയ്ത് ആരെയും കൂട്ടിക്കൊണ്ട് വരില്ല കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ വ്യക്തി എന്തിനാ മിണ്ടാതിരുന്നത്. ആ വ്യക്തിയുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ ഒരു വിഷമം. വീടില്ലല്ലോ, ഇങ്ങനത്തെ ഒരു വീടാണല്ലോ. വീട് ചെറുതായതിൽ മനസ്സ് പൂരിപ്പോയ ഒരാൾ ആ വീട്ടിലുണ്ട്. വേറൊരു വീട്ടിൽ ചെന്നപ്പോൾ ആ വ്യക്തി പറഞ്ഞു, എന്റെ മകളിപ്പോൾ വരും. മകളിപ്പോൾ വരും. അമ്മ
അമ്മയും അപ്പനും എല്ലാം സന്തോഷത്തോടെ ഇരിക്കുക. മകള് വരുന്നത് ഞാൻ കണ്ടു. പക്ഷെ ഒരക്ഷരം പോലും മിണ്ടാതെ മുന്നോട്ട് പോയി. അപ്പോൾ അവരുടെ മുഖം വാടി. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, എന്റെ മകൾ അങ്ങനെ പെരുമാറാൻ കാരണം അവൾ ഒരുപാട് വിഷമത്തിലാണ്, അവൾ ഒത്തിരി ധർമ്മസങ്കടത്തിലാണ്, അവൾക്ക് നല്ലൊരു ജോലിയില്ല, നല്ലൊരു ഭാവിയായിട്ടില്ല, അതുകൊണ്ടാണ് ആരോടും മിണ്ടാത്തത്, ആരോടും നല്ലൊരു ജീവിതമില്ലാത്തതിന്റെ പേരിൽ മനസ്സ് കൂടിപ്പോയവൾ, നല്ലൊരു വീടില്ലാത്തതിന്റെ പേരിൽ മനസ്സ് കൂടിപ്പോയവൾ, മൂടിപ്പോയവൾ, കുനിഞ്ഞുപോയവൾ, എല്ലാവരുടെ മുമ്പിൽ നിൽക്കാനുള്ള വെളുപ്പും കളറില്ലാത്തത് കൊണ്ട് പുറകിലായി പോയതിന്റെ പേരിൽ മനസ്സ് വേദനിക്കുന്നവർ, എല്ലാവരുടെ ഒപ്പം നിൽക്കാനുള്ള വിദ്യാഭ്യാസമില്ല, എഡ്യൂക്കേഷൻ ഇല്ല, നിനക്കതിന് വിവരമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ട് മനസ്സ് കൂരിപ്പോയവർ, അങ്ങനെയുള്ളവരെ ഒക്കെ ദൈവം ഇന്ന് കാണും. അങ്ങനെയുള്ളവരെ കണ്ട് ദൈവം എന്ത് ചെയ്യുന്ന കണ്ടതറിയാമോ? യേശു എല്ലാവരുടെയും മുമ്പിൽ അടുത്തേക്ക് വിളിക്കും. എന്നിട്ട് എന്ത് ചെയ്തു? സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടു. 13-ാമത്തെ വാക്യം, അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. ശ്രദ്ധിക്കണം, അവൻ ആ കൂനിപ്പോയ ആ വ്യക്തിയുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്നിരിക്കുന്നു? തക്ഷണം അവൾ നിവർന്ന് നിൽക്കുകയും നേരെ നിന്നു. അയ്യോ, അങ്ങനല്ലല്ലോ വന്നത്. 18 വർഷമായിട്ടും ഇങ്ങനെയല്ലല്ലോ. ഡോക്ടർമാര് മുഴുവൻ പറഞ്ഞത് ശരിയാകില്ലെന്നാണ്. ഇനി ഒരു മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല, ഇതെങ്ങനെ ആയിപ്പോയി, എല്ലുവരെ വളഞ്ഞുപോയി. ഇത് നേരെയാകുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. പക്ഷെ ദൈവത്തിന്റെ കരം അവിടെ ചലിച്ചപ്പോൾ ഒരിക്കലും നേരെയാകില്ല എന്ന് ചിന്തിച്ചൊരു കാര്യം എല്ലാവരുടെ മുമ്പിൽ വെച്ച് ദൈവം നേരെയാക്കി. ഇപ്പൊ നിൽക്കുന്നത് നിവർന്നാണ് നിൽക്കുന്നത്. ആരാണ് ഈ ഭാഗ്യം ഇങ്ങനെ അനുവദിച്ചത്? ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്ന ഒരാൾ അവരുടെ അവസ്ഥ മാറാതിരിക്കില്ല, അവരുടെ സാഹചര്യങ്ങളിൽ മാറ്റം വരാതിരിക്കില്ല. അവരെ ദൈവം അനുഗ്രഹിച്ചു നേരെ നിർത്തും, ഉയർത്തി നിർത്തും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഞാനാണെന്ന്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഞാനാണ്. ഞാൻ പറഞ്ഞില്ലേ, ബൈബിളിനകത്ത് ഞാനുണ്ട്, നമ്മളുണ്ട്. ആരൊക്കെയുണ്ട് ഇതിനകത്ത്? ഓരോ വചനത്തിനകത്തും ഒരു ഞാനുണ്ട്. ആ ഞാനും കൂടെ കൂടി ഒരുമിച്ച് വായിക്കുമ്പോഴാണ് ഈ വചനം എനിക്കുള്ളതാകുന്നത്. അതുകൊണ്ടാണ് ചിലർ പറയുന്നത്, അച്ഛനെന്ന് പ്രസംഗിച്ചത് എന്നെ കുറിച്ചാണ്. ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞ നിങ്ങളെ അറിയില്ല. അല്ല, എന്നോട് സംസാരിക്കുന്നത് പോലെ തോന്നി. അങ്ങനെ ഒരുപാട് പേര് ചിന്തിക്കും, ദൈവമേ ഈ വചനം എനിക്കാണല്ലോ. ഞാനൊരു സ്ഥലത്തല്ല, ഞങ്ങളുടെ തന്നെ സ്ഥലത്ത് ധ്യാന സെന്ററിൽ ധ്യാനം തുടങ്ങുകയാണ്. അപ്പോൾ അയാളുടെ ഭാര്യയും ഭർത്താവുമാണ് വന്നത്. അപ്പോൾ ധ്യാനത്തിന്റെ പേര് രജിസ്റ്റർ ചെയ്തതിനു ശേഷം അയാൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അടുത്തുള്ള ബീവറേജിലേക്ക് അങ്ങ് പോയി. അയാൾക്ക് കുടിക്കാൻ പറ്റുന്നിടത്തോളം അയാൾ കുടിച്ച് നല്ല ബൂസായിട്ട് അവിടെ വന്ന് നിന്നിട്ട് പല ഭാഗത്തു നിന്നും ആളുകൾ 100 പേര് ധ്യാനിക്കാൻ വരുമ്പോൾ അയാൾ ഉറക്കെ ഒരു ചോദ്യം ആൾക്കാരോട് ചോദിക്കുകയാണ്. ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ചോദിക്കുകയാണ്, എന്റെ ഭാര്യയെ കണ്ടോന്ന്. അപ്പോൾ ആർക്കും അറിയില്ല ഇയാളുടെ ഭാര്യ ആരാണെന്ന്. ഇയാളുടെ ഭാര്യ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അപ്പോൾ ഞാൻ കണ്ടു അയാളുടെ ഭാര്യയെ. എങ്ങനെ മനസ്സിലായി? അയാൾ എന്റെ ഭാര്യയെ കണ്ടോ എന്ന് ചോദിച്ച് അയാൾ മദ്യപിച്ച് ബഹളം വയ്ക്കുമ്പോൾ അയാളുടെ ഭാര്യയാണ് തടിയുള്ള ഒരു സ്ത്രീയുടെ പുറകിൽ ഒളിച്ചു നിൽക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇദ്ദേഹമാണ് അയാളുടെ ഭാര്യ, ഇവരാണ് ആ ഭാര്യ. ആ ഭർത്താവ് കാണാതിരിക്കാൻ വേറൊരു അല്പം വണ്ണമുള്ള ഒരു സ്ത്രീയുടെ പുറകിൽ പതുങ്ങി നിൽക്കുന്നു, ഭർത്താവ് കാണാതിരിക്കാൻ. അന്ന് ആ വ്യക്തി എന്തേരം നാണം കെട്ടുവെന്ന് എനിക്ക് ചെറുതായിട്ടൊക്കെ മനസ്സിലായി. ഭർത്താവ് മദ്യപാനിയായതുകൊണ്ട്, മക്കൾ അനുസരണക്കേടിൽ ജീവിക്കുന്നത് കൊണ്ട് കൂരിപ്പോയ പലരുണ്ട്, പല അമ്മമാരുണ്ട്, പല അപ്പച്ചന്മാരുണ്ട്, പലരുമുണ്ട്. ഞാൻ കൂരിപ്പോയാണ്, അതുകൊണ്ടാണ് ഞാനിത് വ്യക്തമായിട്ട് പറയുന്നത്. ഞാൻ പല സ്ഥലത്ത് കൂരിപ്പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഈ കൂരി നടന്നതിന്റെ വേദന അറിയാം. ഞാൻ സത്യം പറയാൻ പ്രസംഗിക്കുമ്പോഴും ഒത്തിരി കോംപ്ലക്സ് ഉള്ള ആളാണ്. എന്നെ കുറിച്ചുള്ള കംപ്ലൈന്റ് ആണത്. നീ എന്താണ് എല്ലാവരും ഉള്ളപ്പോൾ വരാറില്ല? എനിക്കിന്നും അറിയത്തില്ല കേട്ടോ നന്നായിട്ട് പെരുമാറാൻ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ ഇന്ന് വരെ ചിരിച്ചിട്ടില്ല ഇവിടെ വന്നേ. പിന്നെ
ഞാനൊരു സ്ഥലത്തിന് ധ്യാനത്തിന് പോയപ്പോൾ അവിടുത്തെ അച്ഛനോട് കംപ്ലൈന്റ് ചെയ്തു, ധ്യാനിപ്പിക്കാൻ വന്ന ആള് ചിരിക്കണ്ടേ, ഇതിനു മുമ്പ് ധ്യാനിപ്പിച്ചാൽ ഭയങ്കര ചിരിയൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറയാം, എനിക്ക് ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇന്ന് വരെ ചിരിക്കാൻ പഠിച്ചിട്ടില്ല. ഒറ്റയ്ക്ക് രണ്ടുപേരൊക്കെ കൂടുമ്പോൾ ഞാൻ തമാശയൊക്കെ പറഞ്ഞിരിക്കും, പക്ഷേ ഇപ്പോഴും ശരിയായിട്ടില്ല. അതുകൊണ്ട് ആദ്യ ദിവസം പറഞ്ഞത്, കാറിന്റെ ഓടിക്കാൻ പഠിക്കുന്ന ആളുടെ പുറകിൽ കാറിന്റെ പുറകിൽ എൽബോർഡുണ്ട്, ലേണിംഗ് ആണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതുപോലെ ഞാനും ഈ ശുശ്രൂഷ ശരിക്കുമായിട്ടില്ല. നിങ്ങൾ ചിന്തിച്ച് കാണും, ഒന്നും ചിരിപ്പിച്ചില്ലല്ലോ ഞങ്ങളെ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ, ഇനി ഒരു 10 വർഷം കഴിയുമ്പോൾ ശരിയാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അങ്ങനെ ചിരിക്കാനും തമാശ പറയാനൊക്കെ ഇപ്പോഴും ഞാൻ പരാജയപ്പെട്ടയാളാണ്. അതുകൊണ്ട് തന്നെ വലിയ ധ്യാനങ്ങൾ വരുമ്പോൾ ഇവിടുത്തെ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛോ, നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പ്രതീക്ഷിച്ച് എന്നെക്കാൾ നല്ലവരായ ആരെയെങ്കിലും കണ്ടാൽ നിങ്ങൾ ധ്യാനം എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്തോളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇതിന്റെ കോർഡിനേറ്ററായി നിൽക്കുന്ന ആളോട് ഞാൻ പറഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നാളെ ഒരു സമയത്ത് നിങ്ങൾ പറയരുത്, അപ്പുറത്തെ വേറൊരു ധ്യാനഗുരു വന്നായിരുന്നെങ്കിൽ ഈ ധ്യാനം കുറച്ചുകൂടെ വിജയിച്ചേനെ എന്ന് നിങ്ങൾക്ക് എന്ന് തോന്നുന്നു, അന്ന് നിങ്ങൾക്ക് ധൈര്യമായി ഈ ധ്യാനം ക്യാൻസൽ ചെയ്യാം. ഞാൻ മടങ്ങത്തില്ല. എനിക്കറിയാം, എന്റെ മൂവിനുണ്ട്. ചിലപ്പോൾ എല്ലാ സ്ഥലത്തും വിജയിക്കണമെന്നില്ല. ഞാനൊരു സ്ഥലത്ത് ധ്യാനം തുടങ്ങിയിട്ട് ആളുകൾ എഴുന്നേറ്റ് പോയിട്ടുണ്ട്. പിറ്റേ ദിവസം ആളുകൾ വല്ലാതെ കുറഞ്ഞുപോയി. ഭയങ്കര വിഷമം എനിക്ക് തോന്നി. ആദ്യത്തെ ദിവസം പ്രതീക്ഷയോടെ ആള് വന്നു, പുരുഷന്മാർ പലരും എഴുന്നേറ്റ് പോയി. പക്ഷെ അത്ഭുതമായ ഒരു കാര്യവും നടന്നു. 4 ദിവസം കഴിഞ്ഞപ്പോൾ ആ ദേശത്തിലെ തന്നെ ചില ആളുകൾ പറഞ്ഞു, വികാരിയച്ഛനോട് പറയുന്നത് ഞാൻ കേട്ടു, 5 ദിവസം ധ്യാനം നടത്തായിരുന്നു വെച്ചു. പിന്നീട് 3-ാമത്തെ ദിവസം ആളുകൾ കൂടി വരാൻ തുടങ്ങി. ദൈവവചനത്തിന്റെ ശക്തിയാണത്. ഞാൻ എൻ്റെ ഒരു ഗുരുവിനെ കുറിച്ച് പറയാം. ഞാൻ 10ാം ക്ലാസ്സിൽ ജയിച്ചിട്ടുള്ള ആളല്ലായിരുന്നു, തോറ്റുപോയ ആളാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് CMI സഭയിലെ ഏറ്റവും ശ്രേഷ്ഠരായ ഒരുപാട് വൈദികരുടെ കൂടെയാണ്. എന്തു നല്ല സ്നേഹവും എന്തു നല്ല പെരുമാറ്റവുമാണ് ഇവിടെയുള്ള വൈദികരുടേത്. ഇന്നലെ ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാൻ എവിടെയും ഇത്രയും അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇത് പറയുന്നത്, പുകഴ്ത്തലല്ല. ഇത്രയൊന്നും നല്ല വാക്കുകൾ ഞാൻ കേട്ടിട്ടില്ല. വളരെ നല്ല പ്രോത്സാഹനമാണ് എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്, അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ. എന്തുവാണ് ദൈവമേ ഇത്രയും പ്രഗത്ഭരായ, സ്വാധീനമുള്ള ഇത്രയും നല്ല വൈദികർ എന്നോട് ഇങ്ങനെ ഇടപെടുന്നത്? എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ്. പുകഴ്ത്തലല്ല. എൻ്റെ കൂടെയുള്ളവരോട് ഞാൻ പറഞ്ഞു, നല്ല സ്നേഹമുള്ള, സപ്പോർട്ട് ചെയ്യുന്ന നല്ല വൈദികരാണല്ലോ, അത് തന്നെ നമ്മുടെ ഒരു ധൈര്യമാണ്. എൻ്റെ കൂടെയുള്ളവരുടെ ഈ അനുഭവമാണെന്ന് പറയുന്നത്, അല്ലാതെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുകയാണ്. വളരെ ഒരു കൂടപ്പുറപ്പിനെ പോലെയാണ് എല്ലാവരും. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റുപോയ ആളാണ്. 2ാമത് പാരക് കോളേജിൽ പോയി പഠിച്ചു. അതുകൊണ്ട് എൻ്റെ സർട്ടിഫിക്കറ്റിൽ ഫെയിൽഡ് എന്നൊരു കാര്യമുണ്ട്, ഫെയിൽഡ് അങ്ങനെ എഴുതിയിട്ടുണ്ട്, തോറ്റു. ഞാൻ അവിടെ പഠിച്ച് വൈദികനാക്കി ആയതിനു ശേഷവും എൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ ബാഗിലുണ്ട്. സാധാരണ പ്രൊവിൻഷ്യൽ ഹൗസിലാണ് വെക്കേണ്ടത്. ഞാനത് തന്ത്രപരമായി എടുത്ത് എൻ്റെ ബാഗിനകത്ത് വെച്ചിരിക്കുകയാണ്. അത് അവിടെ ഇരുന്ന് കുളവാകണ്ട എന്ന് ഞാൻ വിചാരിച്ചു. അതാരും കാണണമല്ലോ എന്ന അർത്ഥത്തിൽ തന്ത്രപരമായി ഞാൻ ഒരു പ്രാവശ്യം നോക്കിയെടുത്ത് എൻ്റെ ബാഗിനകത്ത് വെച്ച് എൻ്റെ മുറി കൊണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കൊറോണയ്ക്ക് മുമ്പ് ഒരു സമയത്ത് ദുബായിലുള്ള ഒരു വക്കച്ചൻ എന്ന് പറയുന്ന ഒരു സഹോദരനെ വിളിച്ചു പറഞ്ഞു, അച്ഛാ, നിങ്ങളുടെ പ്രസംഗങ്ങൾ യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവിടെ ധ്യാനിപ്പിക്കാൻ വരാമോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എവിടെയാണ്? അത് ദുബായിൽ അലൈൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒത്തിരി ആളുകളൊന്നുമില്ല, 10-200 പേര്, 250 പേരൊക്കെ വരും. ചെറിയ സ്ഥലമാണ്, വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തിരക്കാണെന്ന്. എന്നാലും ഡേറ്റ് നോക്ക്. ഞാൻ തന്ത്രപരമായി ചോദിച്ചു, മകന്റെ ഡേറ്റ് എന്ന് പറഞ്ഞു. ഡേറ്റ് 15, 16, 17, 18. ഞാൻ പറഞ്ഞു, ആ ദിവസം വേറൊരു ധ്യാനമാണ്. ഞാൻ വിചാരിച്ച ആ ധ്യാനം ക്യാൻസൽ ആയത്. അപ്പോൾ വീണ്ടും അയാൾ വിളിച്ചിരിക്കുകയാണ്, ഈ ഡേറ്റ് പറ്റുമോ? അവൻ ഈ വ്യക്തി പുറകെ നടന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പാസ്പോർട്ട് ഇല്ല. അച്ഛൻ നുണ പറയരുത്. ഞാൻ പറഞ്ഞില്ല. അയ്യോ, 4ാം ക്ലാസ്സിലെ പിള്ളേർക്കുണ്ട് പാസ്പോർട്ട്, പിന്നെയാണോ അച്ഛന് പാസ്പോർട്ട് ഇല്ലാത്തത്? ഞാൻ ജന്മോടെ പാസ്പോർട്ട് എടുക്കാൻ തീരുമാനിച്ചിരുന്നില്ല. കാരണം ഇതുകൊണ്ട്, ഈ തോറ്റ സർട്ടിഫിക്കറ്റ് കൊണ്ട് പാസ്പോർട്ട് ഓഫീസിൽ പോകാൻ എന്തോ ഒരു നാണക്കേട്. അതുകൊണ്ട് ഞാൻ ഒരു പാസ്പോർട്ട് എടുക്കാൻ തീരുമാനിച്ചില്ല. ഞാൻ ആ വക്കച്ചേട്ടനോട് പറഞ്ഞു, എൻ്റെ വക്കച്ചേട്ടൻ, സത്യസന്ധമായി ഞാൻ പറയാം, ഞാൻ പാസ്പോർട്ട് എടുത്തിട്ടില്ല. എൻ്റെ അച്ഛോ, ഒരാഴ്ച കൊണ്ട് കിട്ടുന്ന കേസാണ്, കോഴിക്കോട് ചെന്നാൽ കിട്ടും, അതാണ് ഇതാണ്. അങ്ങനെ ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ പോകാൻ തീരുമാനിച്ചു, പാസ്പോർട്ട് എടുക്കാൻ തീരുമാനിച്ചു. ഞാൻ ഒരേ ഒരു പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചുള്ളൂ. ആ പ്രാർത്ഥന ദൈവം കേട്ടുമില്ല. ഒരേ ഒരു പ്രാർത്ഥന അന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇതാണ്, ദൈവമേ, ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ ചെല്ലുമ്പോൾ എന്നോട് ദയവ് ചെയ്ത് ആരും ചോദിക്കരുത്, നിങ്ങൾ തോറ്റതാണല്ലോ എന്ന് ചോദിക്കരുതേ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പാസ്പോർട്ട് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, എവിടെ പോകണമെന്നൊന്നും വലിയ ആഗ്രഹവും സ്വപ്നങ്ങളൊന്നും സത്യസന്ധമായി ഇല്ല.
അപ്പോൾ ഞാൻ അങ്ങനെ ചെന്നു, പാസ്പോർട്ട് ഓഫീസൊക്കെ ആദ്യമായിട്ട് കാണാണ്. അവിടെ ചെന്നു, അതിലോരോ ക്യാബിനൊക്കെ വെച്ചിട്ടുണ്ട്. അതിനോരോ സ്ഥലത്തേക്ക് ഇങ്ങനെ ക്യൂവിൽ നിന്ന് ഇങ്ങനെ കയറി ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആ സ്ത്രീയും, അത് 50 വയസ്സ് കാണും, ആ സ്ത്രീയും അപ്പുറത്തെ ക്യാബിലേക്ക് ഇത് വേറൊരാൾ തമ്മിൽ എന്തോ വർത്താനം പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റ് ഇത് കൊടുത്തപ്പോൾ ആ സ്ത്രീ എന്നോട് ചോദിച്ചു, തോറ്റ നിങ്ങൾക്ക് എന്തിനാണ് പാസ്പോർട്ട് എന്നാണ്. ഞാൻ എന്താണോ പ്രാർത്ഥിച്ചത് അത് എന്തായാലും ദൈവം കേട്ടില്ല. കൃത്യമായിട്ട് ആ സ്ത്രീ ചോദിച്ചു. അപ്പോൾ എനിക്കൊരു പ്രത്യേകതയുണ്ട്, നിങ്ങൾക്ക് എൻ്റെ പേര് മാത്യു എന്നാണ് അറിയുക. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഔദ്യോഗിക പേര് ഇതൊന്നും അല്ല, നിങ്ങൾക്ക് ആർക്കും എന്നെ അറിയത്തുമില്ല. എൻ്റെ പാസ്പോർട്ടിൽ, എൻ്റെ SSC ബുക്കിൽ, എൻ്റെ എല്ലാ ആധാർ കാർഡിലൊക്കെ വേറെ പേരാണ്. അത് ഞാൻ പറയത്തില്ല, അത് ഞാൻ എന്തായാലും പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. ഞാൻ തന്നെ കണക്കാക്കി ഈ പേര് മതി എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന പേരെ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് കിടക്കുന്ന പേര് മിസ്റ്റർ എന്നാണ്. ഞാൻ അച്ഛനാണെന്നുള്ള ഒരു തെളിവും എൻ്റെ ഒരു സർട്ടിഫിക്കറ്റിലും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ദുബായിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി കിട്ടിയിട്ടുണ്ട്, അതിന് പോകാനാന്ന് പറഞ്ഞു. അവർ ചിരിക്കുകയാണ്. തോറ്റ നിനക്ക് എന്തിനാണ് സർട്ടിഫിക്കറ്റ് എന്ന്. എനിക്കത് വല്ലാതെ വിഷമം തോന്നി. പിന്നീട് ഞാനത് ശീലമായി, ഞാനത് പോയി. ആ തോറ്റ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടെന്നെ നേരെ നിർത്തിയത് കൊണ്ടല്ലേ. 10ാം ക്ലാസ് തോറ്റുപോയത് എൻ്റെ ഫോട്ടോ ഇവിടെ വെക്കുമോ? 10ാം ക്ലാസ് തോറ്റുപോയ ഒരാൾക്ക് ഇത്രയും നല്ല സ്വീകരണം ഇവിടെയുള്ള വൈദികർ നൽകുമോ? ഇവിടെയുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നൽകുമോ? എന്നേക്കാൾ യോഗ്യതയുള്ള, കഴിവുള്ള, മിടുക്കരായ ആളുകളല്ലേ നിങ്ങൾ ഓരോരുത്തരും. എത്രയോ നല്ല കുടുംബത്തിൽ ജനിച്ചു വളർന്നവരാണ് നിങ്ങൾ. എന്ത് നല്ല സൗന്ദര്യമുള്ള മുഖങ്ങളാണ് നിങ്ങളുടേത്. എത്രയോ വിദ്യാഭ്യാസമുള്ളവർ. നിങ്ങളുടെ അടുത്ത വിദ്യാഭ്യാസ യോഗ്യത വെച്ചാൽ നിങ്ങൾ പറയും, ഈ പുള്ളിനെ വിളിച്ചേക്കരുതെന്ന്. എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അറിഞ്ഞാൽ പറയും, ഈ പുള്ളിയുടെ ഫോട്ടോ വച്ചേക്കരുതെന്ന്. എന്നെ ശരിക്കും അറിഞ്ഞവരൊന്നും എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്നെ എവിടെയെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്നെ അറിയാത്തത് കൊണ്ടാണ്. എന്നെ അറിയാവുന്ന പലരും എന്നോട് വഴങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഈ ഒരു കാര്യത്തിൽ കൂനുണ്ടായിരുന്ന ഞാൻ, പല കാര്യത്തിലും പിറകിലായി പോയതിന്റെ കൂനുണ്ടായിരുന്ന ഞാൻ ഇത് നേരെ നിൽക്കാൻ കാരണം ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ സഹായവും എനിക്ക് ലഭിച്ചപ്പോഴാണ്. അനുഗ്രഹമാണ് എന്നെ ഈ നിരത്തിൽ നിർത്തിയിരിക്കുന്നത്. പാട്ടുകാർ പാടാറില്ലേ, ഞാൻ നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാണെന്ന്. ഒത്തിരി പറയാനുണ്ട്, പക്ഷെ സമയമില്ല. പക്ഷെ ശ്രദ്ധിച്ചേ, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചേ. കൂനുള്ള ഒരു സ്ത്രീ അവിടെ നിന്ന് പോയത് കൂനുമായിട്ടാണോ? അല്ലയോ. അവിടെ നിന്ന് പോകുന്നത് എല്ലാവരുടെയും മുമ്പിൽ നിവർന്ന് നിന്നുകൊണ്ടാണ്. ആരും വിചാരിച്ചില്ല നേരെയാകുമെന്ന്. നിങ്ങളും ആരെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? എന്റെ കുടുംബം നേരെയാകും തോന്നുന്നില്ല, എന്റെ ഭാവി നേരെയാകും തോന്നുന്നില്ല, എന്റെ മക്കൾ നേരെയാകുമെന്ന് തോന്നുന്നില്ല. നേരെയാകുമെന്ന് തോന്നുന്നില്ലാത്ത കാര്യം ഇന്ന് ദൈവസന്നിധിയിൽ കൊണ്ടുവരണം. വർഷങ്ങളായിട്ട് ഈ പുള്ളി ഇങ്ങനെയാണ്, വർഷങ്ങളായിട്ട് ഈ പുള്ളിയുടെ സ്വഭാവം ഇങ്ങനെയാണ്. പക്ഷെ ദൈവം നിന്റെ ജീവിതത്തെ നേരെയാക്കും, നിന്റെ ഭാവിയെ മനോഹരമാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ കാര്യങ്ങൾ നേരെയാക്കും എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വസിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. 10ാം ക്ലാസ് തൊട്ട് പാസ്പോർട്ട് പോലും എടുക്കാത്ത ഞാൻ ഇന്ന് 3-4 രാജ്യങ്ങളിൽ എന്തായാലും പോയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ പോവാൻ പേടിയായിരുന്നു. എന്നോട് അറിയുന്ന ഒരാൾ പറഞ്ഞു, എങ്ങോട്ടേ പോയേക്കരുത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ്? അപ്പോൾ അവർ പറഞ്ഞു, അവിടെയുള്ള പിള്ളേർക്കൊക്കെ ഭയങ്കര ഇംഗ്ലീഷ് പറഞ്ഞ് നിനക്ക് പിടികിട്ടൂല. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പനും അമ്മയും മലയാളിയെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. എന്തായാലും ഞാൻ ഇംഗ്ലീഷ് അറിയാത്ത, വലിയ പിടിപാടൊന്നും ഇല്ലാത്ത ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് ദൈവത്തിന്റെ കരമുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്, യോഗ്യതയുള്ളതുകൊണ്ടല്ല. കൂനായിരുന്നു, കൂന്. പക്ഷെ നേരെ നിൽക്കാൻ നല്ല കോൺഫിഡൻസ് ഉണ്ട്, നല്ല ധൈര്യമുണ്ട്. അപ്പൊ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നതാണ് എൻ്റെ ധൈര്യം. എന്ത് കൂനായാലും പ്രശ്നമില്ല, കരഞ്ഞോണ്ടിരിക്കരുത്. ദൈവത്തിൻ്റെ അടുത്തേക്ക് വാ. ആ ബന്ധത്തെ വിളക്കി ചേർത്ത് നിന്റെ അവസ്ഥകൾക്കൊക്കെ മാറ്റം വരും. കുഞ്ഞുങ്ങളെ, നിന്റെ ജീവിതമൊക്കെ മാറും. കാരണം ദൈവസന്നിധിയിലാണ് വന്നത്. നാട്ടുകാർ പറയും പുള്ളിക്ക് കൂനാന്ന്, നാട്ടുകാർ പറയും അതല്ലേ പുള്ളിയുടെ കുടുംബം, പുള്ളിക്കാർ എന്നാ യോഗ്യതയുള്ളത്. ദൈവത്തിനെ അടുത്ത് വിളിച്ച്, എവിടെയാണോ നീ തലകുനിഞ്ഞു നിന്നത്, എവിടെയാണോ നീ കൂനി നിന്നത്, അവിടെ തന്നെ നേരെ നിർത്തും. സിനഗോഗിൽ കൂടി വന്ന ആളാണ്. ഇപ്പോൾ നിൽക്കുന്നതോ എല്ലാവരുടെ മുമ്പിലും നേരെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ സെന്റർ ഓഫ് അട്രാക്ഷൻ ഈ പുള്ളിക്കാരിയാണ്. 18 വർഷമായി കൂനി നിന്നയാൾ ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാണ്. എങ്ങനെ സംഭവിച്ചു? ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവത്തിന്റെ കരം അവരുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റി. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഇരിക്കുക.
ഒത്തിരി കാര്യങ്ങളിൽ മാറ്റങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാവും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അനുവദിക്കപ്പെട്ട സമയത്തിൻ്റെ സമാപനമായി നമ്മൾ തുടർന്ന് ആരാധനയിലേക്കൊക്കെ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. നമ്മൾ ഇന്ന് കേട്ട വചനം അനുഗ്രഹത്തിൻ്റെ വചനമാണ്. അത് കേട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ദിവസവും വചനം കേട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. നാളെ കഴിഞ്ഞും വളരെ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് കുറച്ചുകൂടെ വന്ന് പങ്കെടുത്ത് പ്രാർത്ഥിച്ചു പോകാൻ കഴിയത്തക്ക വിധമുള്ള അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളാണ് ശനി ഞായറും. ധാരാളം ആളുകൾ വരും, ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഒരുപാട് പേര് അഭിമാനത്തോടെ നിൽക്കാൻ ഈ ശുശ്രൂഷ കാരണമാകും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ എഴുതി ഈ ബക്കറ്റിനകത്തൊക്കെ ഇട്ട നിയോഗത്തിന് വേണ്ടി ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഒരു 5 മിനിറ്റ് അല്ലെ 6 മിനിറ്റ് വചനം ഇടുന്നുണ്ട്. സാധിക്കുന്നവരൊക്കെ കാണുക. എൻ്റെ തന്നെ കാണണം എന്ന വാശിയൊന്നുമില്ല. നിങ്ങൾക്ക് ഏതൊരു വ്യക്തിയുടെ പ്രസംഗം, ഒരു വൈദികന്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഇത് നല്ലതാണല്ലോ, ഇതെൻ്റെ വിശ്വാസ വളർച്ചയ്ക്ക് കാരണമാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ അത് നിങ്ങൾ മാത്രം കേട്ടാൽ പോരാ. ആ വൈദികന്റെ ആ പ്രസംഗത്തെ നിന്റെ സുഹൃത്തുക്കൾക്കൊക്കെയും കൊടുക്കണം. എന്നിട്ട് എൻ്റെ താഴെ പറയണം, ഇതെന്നെ ഒത്തിരി സഹായിച്ച ഒരു നല്ല പ്രസംഗമാണ്, നിങ്ങൾ ഒരു സമയം ഒക്കുമോ എന്ന് കേൾക്കുക. എൻ്റേത് മാത്രം കേൾക്കണമെന്നല്ല പറയുന്നത്. എൻ്റേത് മാത്രം കേൾക്കണമെന്ന് ഞാൻ പറയില്ല. എന്നേക്കാൾ നന്നായിട്ട് പ്രസംഗിക്കുന്നവരും ഒരുപാട് വൈദികരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ആരുടെയും മുഖവും നോക്കണ്ട. അവരുടെ പ്രസംഗം നിനക്ക് ആശ്വാസമായോ, പ്രതീക്ഷയ്ക്ക് കാരണമായോ, ദൈവത്തോടുള്ള ബന്ധത്തിൽ അടുക്കാൻ തോന്നിയോ, നിന്റെ ജീവിതത്തെ അത് സൗഖ്യമാക്കിയോ, അത് നീ മാത്രം ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ പോരാ. 10 പേരോട് പറയണം, എടാ നിനക്ക് സമയം കിട്ടുമ്പോൾ ഇതൊന്ന് കേൾക്ക് കേട്ടോ, എന്നെ ഒത്തിരി സഹായിച്ച വചനമാണ് ഈ അച്ഛൻ്റെ പ്രസംഗം, ഒന്ന് കേട്ടേ. ചിലപ്പോൾ അടുത്ത ആഴ്ച അവൻ കേൾക്കും, ചിലപ്പോൾ അവൻ കട്ടിലേക്ക് കിടക്കുമ്പോൾ എന്തായാലും പുള്ളി പറഞ്ഞല്ലോ ഒന്ന് കേട്ടേക്കാൻ നോക്കും. ചിലപ്പോൾ ആ സമയമായിരിക്കും അയാളുടെ വിടുതലായി മാറുന്നത്, അയാളുടെ സൗഖ്യമായി മാറുന്നത്, അയാൾ ദൈവത്തിലേക്ക് വരാൻ കാരണമാകുന്നത്. അത് സ്വർഗത്തിലുള്ള എൻ്റെ നിക്ഷേപമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം സഹായിക്കട്ടെ. അത് സത്യത്തിൽ